we said okay, everybody can be an influencer, independent of scale. ഇപ്പോൾ നമ്മൾ വാട്സാപ്പിലുള്ള ഓരോ കോൺടാക്ട്സും ഒരു ഇൻഫ്ലുവൻസർ പോലെ ആണ് ആക്ട് ചെയ്യുന്നത്. പേഴ്സണൽ സർക്കിളിൽ വേർഡ് ഓഫ് മൗത്ത് പറയുമ്പോൾ വി ഇൻഡയറക്ട്ലി സബ്സ്ക്രൈബ് ടു ദാറ്റ് ഐഡിയ. സോ നമ്മളുടെ ഒരു കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അത് ഞങ്ങളെ ഭയങ്കര കോർ വാല്യൂ ആണ്. ഓക്കെ, ലൈക്ക് കസ്റ്റമർ സർവീസ് മോശമാകാൻ പാടില്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ലൈക്ക് ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വൗച്ച് ചെയ്യും ഇൻ ദെയർ പേഴ്സണൽ സ്പേസ്. Hi all, so welcome to another episode of Out of the Blue podcast powered by Blue Stick Media. സോ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളൊരു ഗസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ആയിട്ട് ലൈക്ക് യൂസർ ലെഡ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം കറൻ്റ്ലി ഓൺ വാട്സാപ്പ് ആണ്. സോ അതിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ ലൈക്ക് കഥ ആഡ്സ് ആണ് ബ്രാൻഡ് വരുന്നത്. കഥ ആഡ്സിൻ്റെ CEO ആൻഡ് ഫൗണ്ടർ മിസ്റ്റർ ഇഷാൻ ആണ്. ഹായ് ഇഷാൻ, വെൽക്കം. താങ്ക് യു. സോ കഥ ആഡ്സ് ലൈക്ക് എന്താണ് ഇഷാൻ തന്നെ പറയുന്നതായിരിക്കും ബെറ്റർ. സോ കഥ ആഡ്സ് എന്ന് പറഞ്ഞ ഫെവിൻ പറഞ്ഞ പോലെ നമ്മൾ യൂസേഴ്സിനെ കൊണ്ട് നമ്മൾ ബ്രാൻഡ്സിന് അഡ്വർടൈസ്മെന്റ്, ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ് എപ്പോഴും ബ്രോഡ്കാസ്റ്റിംഗ് ആയാലും അത് TV ആയാലും ന്യൂസ് പേപ്പർ ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഇൻഫ്ലുവൻസർ സെലിബ്രിറ്റി ആയാലും ഒരു സൈഡിൽ നിന്ന് പറയുന്നു നമ്മളെല്ലാവരും കൺസ്യൂം ചെയ്യുന്നു. അതിന് പകരം വാട്ട് വി തിങ്ക് ഇസ് ആൾക്കാർ തന്നെ ഈ ബ്രാൻഡ്സിനെ കുറിച്ച് പറയുകയാണ് നമ്മളെ ഫ്രണ്ട്സിനോടും നമ്മുടെ ഫാമിലിയോടും. ഹൗ വേർഡ് ഓഫ് വർക്ക്സ് അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷനാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. നമുക്കറിയാവുന്ന ബ്രാൻഡ്സിനെ കുറിച്ച് അവരെ കോണ്ടന്റ് നമ്മളെ നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യുന്നു. അതിലൂടെ ലൈക്ക് ആ ട്രസ്റ്റും ഹയർ റീകോളും പേഴ്സണൽ കണക്റ്റും ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വേർഡ് ഓഫ് മൗത്ത് ഡിജിറ്റലി അറ്റ് സ്കെയിൽ ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ലെവറേജ് ചെയ്യാൻ പറ്റുന്ന ഏത് ബ്രാൻഡിനും നമ്മളൊന്നിച്ച് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ നമ്മളിലൂടെ അവരെ എൻഡ് യൂസേഴ്സ് അവരെ ഇവാഞ്ചലിസ്റ്റും അവരെ ഇൻഫ്ലുവൻസേഴ്സും അവരെ ബിൽ ബോർഡ്സും ഒക്കെ ആയി മാറും. അപ്പോൾ അതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ കറന്റ് വാട്സാപ്പ് ആണ്. വാട്സാപ്പ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അതോ ഇനി ഫ്യൂച്ചറിലോട്ട് ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ്? ലൈക്ക് നമ്മൾ ഇപ്പോൾ വാട്സാപ്പ് പേഴ്സണൽ കണക്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ആ സ്കെയിലും പെനെട്രേഷനും വാട്സാപ്പ് വേറെ ഒന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആണെങ്കിൽ ഗൂഗിളിനേക്കാളും പെനെട്രേറ്റഡ് ആണ് വാട്സാപ്പ്. അപ്പോൾ ലൈക്ക് ദാറ്റ് ഷോസ് ലൈക്ക് 70-year-old തൊട്ട് ലൈക്ക് പ്രോബ്ലി ഒരു 5-year-old വരെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ചില ജനറേഷനിൽ മറ്റ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത്, ചില ജനറേഷൻ യൂസസ് ഫേസ്ബുക്ക്. പക്ഷെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു യൂബിക്യൂറ്റസ് ആയിട്ടുള്ള ആപ്പാണ് വാട്സാപ്പ്. സോ ദാറ്റ്സ് വൈ വി സ്റ്റാർട്ടിംഗ് ഔട്ട് വിത്ത് വാട്സാപ്പ്. വിൽ ഡെഫിനറ്റ്ലി മൂവ് ഫോർവേഡ് ടു അതർ പ്ലാറ്റ്ഫോം വേർ ലൈക്ക് നമുക്ക് പേഴ്സണലൈസ്ഡ് ടച്ച് ടു അഡ്വർടൈസ്മെന്റ് ആൻഡ് ഡെമോക്രറ്റൈസ്ഡ് എന്ന് വേണമെങ്കിലും പറയാം. ആൾക്കാർ നമ്മൾ ചെയ്യുന്നു, നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുന്നു. സോ ഈ ഒരു ഐഡിയ എങ്ങനെ കിട്ടി? നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് ബീൻ എ ലോങ് ജേർണി. സോ നമ്മൾ കഥ എന്ന് പറഞ്ഞാൽ നല്ല കഥകൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ബിൽഡ് ചെയ്തായിരുന്നു. ദാറ്റ്സ് വെയർ വി സ്റ്റാർട്ടഡ്. ബാക്ക് ഡ്യൂറിങ് കോവിഡ് കുറേ ഉള്ള ഇൻഫർമേഷൻ സോഴ്സസ് ഭയങ്കര നെഗറ്റീവും. നമ്മൾ അങ്ങനെ ലൈക്ക് നമ്മളെ എല്ലാ ഇതും സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ വാസ് ഡിജിറ്റൽ. കാരണം നമ്മൾ ഇന്ററാക്ഷൻ ഇല്ല. അപ്പോൾ ഡിജിറ്റൽ ഇൻഫർമേഷൻ ഭയങ്കര ക്ലട്ടേർഡും പിന്നെ റേറ്റിങ്ങിന് വേണ്ടി കുറേയും കൂടി നെഗറ്റീവും ഹൈപ്പർ സെൻസേഷണലൈസ്ഡും ആയി വരുന്നു. വി തോട്ട് ഓഫ് ആൻഡ് പേഴ്സണലി ഇത് എഫക്ട് ചെയ്യാൻ തുടങ്ങി. പേഴ്സണലി ഐ വെന്റ് ത്രൂ എ വെരി ലോ ഫേസ്. അപ്പോൾ ലൈക്ക് എല്ലാ ഇതിനും പറയുന്ന പോലെ നമ്മൾ ഓക്കെ ഇതെന്താ നടക്കുന്നത്, കാരണം മീഡിയ ഈസ് വൺ ഓഫ് ദ പില്ലേഴ്സ് വെയർ ലൈക്ക് യു ബിൽഡ് ദ സൊസൈറ്റി. അപ്പോൾ ഐ വാസ് ടോക്കിംഗ് ടു അവർ co-founder and CTO ഹർഷ്. ഞാൻ പറഞ്ഞു ബ്രോ ഇത് എന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, വി ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഐ സെഡ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് ബിൽഡ് എ വെബ്സൈറ്റ് വെർ ലൈക്ക് ഇത് ഞാനൊരു സാധനം ആക്കി തരാം, നീ ഇവിടെ ആഡ് ന്യൂസ് പോസ്റ്റ് ചെയ്താൽ മതി, നല്ല കഥകൾ അറൗണ്ട് ദ വേൾഡ്. ഇറ്റ് യൂസ് ടു ബി ലൈക്ക് പീപ്പിൾ സേവിങ് പപ്പി അല്ലെങ്കിൽ ഒരു പ്ലാൻസ് ഡ്രൈവ് ചെയ്യുന്നത്, അങ്ങനെ നല്ല ഇത് ചെയ്ത്. ആൻഡ് ഐ യൂസ് ടു ഹാവ് എ ഇമെയിൽ ലിസ്റ്റ് വെർ ഐ യൂസ് ടു മെയിൽ മൈ ഫ്രണ്ട്സ് എവറി മന്ത് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്, വാട്ട് ഐ ഫൗണ്ട് ഓൺ ഇന്റർനെറ്റ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സാധനം കൂടി തുടങ്ങിയിട്ടുണ്ട്, ഹൗ ഡു യു ഫീൽ? സോ ഐ ഗോട്ട് എ ലോട്ട് ഓഫ് റെസ്പോൺസസ് ഫ്രം ദം സെയിങ് ഇത് ഭയങ്കര നന്നായിട്ടുണ്ട്. സോ ഐ സെഡ് ഓക്കെ ലെറ്റ്സ് എക്സ്റ്റെൻഡ് ഇറ്റ് ടു അനദർ ആപ്പ്. അപ്പോൾ അങ്ങനെ പോയി വി എൻഡഡ് അപ്പ് ഇൻ കഥ ആപ്പ്. ആൻഡ് ദെൻ വി വാണ്ടഡ് ടു ഓൾസോ ഷോ non-negative side of news, which is objective. Like if something is bad, it's bad. പക്ഷെ not make it sensationalized. അങ്ങനെ ചെയ്തു. അവിടെ വെച്ചിട്ട് and us, we are all engineers to start with. We had like some very good journalism പഠിച്ചിറങ്ങിയ ആൾക്കാർ to back us. But end of the day, we are trying to help a machine learn how things are done. And we are successfully doing that.
അപ്പോൾ അത് നമ്മൾ ആപ്പ് ഫുള്ളായിട്ട് റൺ ചെയ്യുന്ന ന്യൂസ് എഴുതുന്നതും ഇമേജസ് സെലക്ട് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ വെച്ചിട്ട് ഒരു മെഷീൻ റൺ ചെയ്യാൻ തുടങ്ങി. ദാറ്റ് വി വർ ഏബിൾ ടു ഡിസ്ട്രിബ്യൂട്ട് ത്രൂ മൾട്ടിപ്പിൾ ചാനൽസ്, ത്രൂ അവർ പാർട്ട്ണർ ലോക്കൽ ന്യൂസ് ചാനൽസ് ടു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു 30 ലക്ഷം ആൾക്കാർ റീഡിങ് ന്യൂസ് എവറി ഡേ. അറ്റ് ദാറ്റ് പോയിന്റ് ഐ തിങ്ക് ലൈക്ക് റിട്ടൺ മീഡിയയിൽ ഡിജിറ്റൽ മീഡിയയിൽ വി വർ തേർഡ് ലാർജസ്റ്റ് ആഫ്റ്റർ ദ ടോപ്പ് 2 ഇൻ കേരള. ഓക്കെ, ന്യൂസ് വായിക്കുന്നത് നമ്മളെ മെഷീൻ എഴുതിയ ന്യൂസ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഈവൻ റിട്ടൺ ബൈ എ. അപ്പോൾ ദെൻ വി ഓൾസോ ആക്സസ് ലൈക്ക് ഈ ചെറിയ റീജിയണൽ ന്യൂസ് ചാനൽസിൽ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ദേ ഡി നോട്ട് ഹാവ് ദ റെവന്യൂ ടു സസ്റ്റെയിൻ ലൈക്ക് ദിസ് സർവീസ്. അപ്പോൾ വി സെറ്റ് ലൈക്ക് ഓക്കെ, ഹൗ ഡു യു ബിൽഡ് യുവർ കറന്റ് റെവന്യൂ? സെറ്റ് ലൈക്ക് ത്രൂ ആഡ്സ്, ത്രൂ ബിസിനസ്സസ്. ബട്ട് ഇവർ ചെറിയ ചെറിയ ലോക്കൽ ഏരിയാസിൽ മാത്രം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വലിയ ചാനൽസ് കുഡിൻ റീച്ച് ഔട്ട് ടു ദാറ്റ്. ബട്ട് ആ സർവീസ് വെർ യൂസ്ഡ് ബൈ ദീസ് സ്മോൾ ചാനൽസ് അക്രോസ് ദ സ്റ്റേറ്റ്. അപ്പോൾ അവരെ ക്ലബ് ചെയ്തപ്പോൾ വി ബിക്കേം എ സ്റ്റേറ്റ് ലെവൽ തിങ്. ആൻഡ് ദെൻ ഇപ്പോൾ നമ്മൾ ഇവരെന്ന് വാട്സാപ്പിൽ ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ നമുക്ക് ഫീൽ ആയി. ഓക്കെ, ലൈക്ക് ദേ ഹാഡ് ഗ്രൂപ്പ് ഓഫ് 5000 തൊട്ട് 25,000 വരെ ആൾക്കാരുള്ള കമ്മ്യൂണിറ്റീസ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ബാക്കി എല്ലാ മീഡിയത്തിലും പോലും ഇവർ വാട്സാപ്പ് ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു നമ്മൾ ആ യൂണിറ്റ് 25,000 we were not able to do ചില ഗ്രൂപ്പിൽ ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ഹാവ് ടു ഡു വിത്ത് ദം they said you do entire 25K or don't do. Okay. അപ്പോൾ ബ്രേക്ക് നമ്മൾ യൂണിറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് വാസ് വൺ കമ്മ്യൂണിറ്റി, ലൈക്ക് ഒരു 25,000 ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്കൊരു ടെക്നിക്കൽ ബാരിയറാണ്. ചില അഡ്വർടൈസേഴ്സിന് കുറച്ച് ആൾക്കാരെ അവിടെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും യൂണിറ്റ് ഓഫ് ഇത് വി സെഡ് ഓക്കെ, എവറിബഡി ക്യാൻ ബി എൻ ഇൻഫ്ലുവൻസർ ഇൻഡിപെൻഡന്റ് ഓഫ് സ്കെയിൽ. ടെക് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം സ്കെയിലാണ്. ആൻഡ് ലൈക്ക് ഓൾ ഓഫ് us have been working in tech for almost a decade now, since college. അപ്പോൾ അത് നമുക്കറിയാം, നാഷണൽ ബ്രാൻഡ്സിൽ ഒന്നിച്ച് ലൈക്ക് നാഷണൽ ലെവലിൽ നമ്മൾ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇൻഡിപെൻഡൻ്റ്ലി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വലിയ ലെവലിൽ ബിസിനസ്സസിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടപ്പ് ടെക് ബേസ്ഡ് സ്കെയിലബിൾ ബിസിനസ്സസ്. അപ്പോൾ ദാറ്റ് ലൈക്ക് ഓൾ ഓഫ് us came together and said okay, like this is something we know and we are good at, and yeah, let's spread like സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ബാരിയർ ക്രോസ് ചെയ്യാനും പറ്റും ടെക് ഉപയോഗിച്ചിട്ട്. ലെറ്റ്സ് ഡു ദിസ്. അങ്ങനെയാണ് ലൈക്ക് ഫ്രം കഥ ന്യൂസ് ടു കഥ ആഡ്സ് ജേർണി. എന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്തത് കഥ? ഈ ആഡ്സ് നമ്മൾ കഴിഞ്ഞ ഓണം അറൗണ്ട് ആണ് ലോഞ്ച് ചെയ്തത്. സോ ഇറ്റ്സ് വി ആർ ഓൾമോസ്റ്റ് ടേണിംഗ് എ ഇയർ നൗ കഥ ആഡ്സ്. ന്യൂസ് ഫോർമലി ലൈക്ക് the story started almost 3 years now. But then like first year നമ്മൾ പിവറ്റ് ചെയ്തു, ആൾക്കാർക്ക് എന്താ വേണ്ടേ അങ്ങനെയൊക്കെ. ഫോർമലി ബിഫോർ രജിസ്റ്ററിങ് ഐ തിങ്ക് ഒരു വർഷം വി ആർ ടിങ്കറിങ് അറൗണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ലൈക്ക് വി രജിസ്റ്റേർഡ് ലൈക്ക് വെൻ വി ഹാഡ് എ സോളിഡ് ബാക്കിംഗ് ആൻഡ് ദെൻ യാ വി സ്റ്റാർട്ടഡ്. സോ ഇപ്പം നമ്മൾ വാട്സാപ്പിലുള്ള ഓരോ കോൺടാക്ട്സും ഒരു ഇൻഫ്ലുവൻസർ പോലെ ആണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്തായിരുന്നു. നമ്മൾ അതിനകത്ത് നമ്മൾ അവരെ വിളിക്കുന്ന സോണേഴ്സ്. അപ്പം സോണേഴ്സിനകത്ത് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഇൻസ്റ്റ നോക്കുവാണെങ്കിൽ അതിനകത്ത് നാനോ, മൈക്രോ, മെഗ അങ്ങനെ ഇൻഫ്ലുവൻസർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ സോണേഴ്സിനകത്ത് ക്ലാസിഫിക്കേഷൻസ് ടിപ്പിക്കലി സോണേഴ്സ് എല്ലാം സോണേഴ്സ് അറ്റ് മാക്സ് നാനോ ആണ്. കാരണം നമുക്ക് 5000 കോൺടാക്ട്സിനായിട്ട് കൂടുതൽ ആരെയും ഉണ്ടാവില്ല. മാക്സ് നാനോ ആണ്. അതിന് താഴെയാണ് എല്ലാവരും. ലൈക്ക് ഓൺ ആൻ ആവറേജ് എല്ലാവരും നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു നമ്മളുള്ള ആൾക്കാരിൽ 720 അങ്ങനെ എന്തോ ആവറേജ് കോൺടാക്ട്സ് ഉണ്ടാവുക. കോൺടാക്ട്സ് കൗണ്ട് ആവറേജ് നമ്മളെ ഒരു ആവറേജ്. അപ്പോൾ വിച്ച് മീൻസ് ലൈക്ക് ഭയങ്കര കുറവുള്ള ആൾക്കാരുണ്ട് ഭയങ്കര പേഴ്സണലായിട്ട് ഷെയറിങ് നമ്പർ ഇതാക്കാത്ത. അപ്പോൾ ലൈക്ക് ഇറ്റ് ക്യാൻ ഗോ അപ് ടു 100. ബട്ട് വി ഡോണ്ട് ക്ലാസിഫൈ ആസ് സച്ച്. ദർ ഈസ് ലൈക്ക് ഒരു ഇന്റേണൽ എങ്ങനെയുള്ള നെറ്റ്വർക്ക് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ദ ടെക് ഡിസൈഡ്സ്. അത് ഓരോ കോണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിലും വേർഡിങ് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. എല്ലാവരും സോണേഴ്സ് ആണ് ഇപ്പോൾ കറന്റ്. പക്ഷെ ബേസ്ഡ് ഓൺ യുവർ നെറ്റ്വർക്ക്, ബേസ്ഡ് ഓൺ ഹൗ മെനി പീപ്പിൾ യു റീച്ച്, ദർ ഇസ് ഇൻഡീഡ് എ ക്ലാസിഫിക്കേഷൻ ദാറ്റ് വി യൂസ് ടു സെലക്ട് യു ഫോർ എ സ്പെസിഫിക് ആഡ്. അത് ഷെയർ ചെയ്യാൻ വേണോ വേണ്ടേ. ലൈക്ക് ഇപ്പോൾ ഫാസ്റ്റർ കുറേ പേര് എത്തണമെങ്കിൽ വി വുഡ് ഗോ ഫോർ വലിയ റീച്ചുള്ള ആൾക്കാർ അല്ല അങ്ങനെ. അപ്പോൾ ഒരു ടാർഗറ്റിംഗ് യൂസിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അവരെ ഇത്. പക്ഷെ സെഗ്മെന്റേഷൻ ഐ വുഡന്റ് സേ. സെഗ്മെന്റേഷൻ വുഡ് ബി ലൈക്ക് കുറച്ച് വി ആർ നോട്ട് ദെയർ ആൻഡ് ഐ ഡോണ്ട് നോ ലൈക്ക് നമുക്ക് ഇവിടെ വേണ്ട വരും. വാട്സാപ്പിൽ മോസ്റ്റ് പ്രോബ്ലി വേണ്ട വരില്ല. ഇഫ് യു മൂവ് ടു അതർ പ്ലാറ്റ്ഫോം വെയർ ലൈക്ക് സ്കോപ്പ് ഈസ് വെൻ ദ സ്കോപ്പ് ഈസ് ഫ്രം 500 to 50,000 then you can have classification. ഇപ്പോൾ 500 to 5,000 ആണ് and most of them lies between 500 to 1,500. അപ്പോൾ അവിടെ ലൈക്ക് ദാറ്റ് ഈസ് 80% ഓഫ് അവർ ക്രൗഡ്. അതല്ലാണ്ടുള്ള ക്ലാസിഫിക്കേഷൻ കുറവാണ്.
സോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് വരുവാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ലൈക്ക് ഒരു ലൈക്ക് എന്തൊക്കെ മെട്രിക്സ് വെച്ചിട്ടായിരിക്കും ആ ടാർഗറ്റ് ഓഡിയൻസിന് സെപ്പറേറ്റ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൊക്കേഷൻ അങ്ങനെ ഡെമോഗ്രാഫിക്സ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ബേസിക്സ് ആണ് മാത്രമാണ്. ലൊക്കേഷൻ അത് യൂസർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ലൊക്കേഷൻ, പിന്നെ അവരുടെ ഏജ്, പിന്നെ ജെൻഡർ അവർ യൂസർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. സോ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ നമ്മളുടെ ഫസ്റ്റ് ഒരു ക്ലയന്റ് ആരായിരുന്നു? ഫസ്റ്റ് 2 ക്ലയന്റ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് മേജർ ആയിട്ടുള്ള ഒരു ഇതാണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. അപ്പോൾ നോർത്തിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. സോ ബീൻ എ ഫാമിലി ഫ്രണ്ട് ആൻഡ് ലൈക്ക് അവർ മാർക്കറ്റിംഗ് ഭയങ്കര പ്രോ. ദേ വോണ്ട് ടു ട്രൈ ഔട്ട് എനിത്തിങ് ന്യൂ ഇൻ മാർക്കറ്റിംഗ്. അപ്പോൾ അതായിരുന്നു. Then they did a small campaign which went really well for them. Social media campaign, Instagram. ഇതുപോലെ നമ്മളൊന്നിച്ച് ചെയ്തു ഒരു ക്യാമ്പയിൻ, ഒരു ചെറിയ ക്യാമ്പയിൻ which went really well for them. So like net sales was എനിക്ക് തോന്നുന്നു 20x the money they put in, like margin അല്ല, sales amount, which they were like okay let's do, and then they kept doing it continuously. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. Like that one campaign has led to like lot of ഇത്, and that has helped us go to all major other consumer electronic brands to now OEMs now. Ipo major brands like we are talking to Samsung, LG, Impex, everybody is interested. പക്ഷേ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു. On the other side വലിയൊരു വാലിഡേഷൻ കൂടി വന്നത് എൻട്രി ആപ്പ്, കേരളത്തിൻ്റെ വൺ ഓഫ് ദ ലീഡിംഗ് സ്റ്റാർട്ടപ്സ്, ലൈക്ക് നമ്മളെ പോസ്റ്റർ ബോയ് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അവർ ടെക്നിക്കലി സൗണ്ട് ആണ്. സോ വി ആർ പ്രൂവിങ് ലോട്ട് ഓഫ് തിങ്സ് ടെക്നിക്കലി. വി ആർ ഓൾസോ വെരി keen on getting the right users and ROI. Like ഇതിന്റെ engagement should eventually lead to someone who is buying our stuff. അപ്പോൾ അത്, and like since we are a startup and we personally look up to entry and their growth, അപ്പോൾ നമ്മളൊരു മെന്റർ സ്റ്റാർട്ടപ്പ് പോലെ കാണുന്നുള്ളതാണ്. അപ്പോൾ അവരെ നിന്ന് വാലിഡേഷൻ കിട്ടുക, and then start from a very small amount. They like now spend up to almost 50 times ആ ഫസ്റ്റ് ട്രയൽ ഇതിന്റെ 50 times വരെയുള്ള പാക്കേജ് അവർ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് വലിയ വാലിഡേഷൻ ആണ്. കെപ്റ്റ് ജമ്പിങ് ഹയർ, 10x ചെയ്തു, 20x ചെയ്തു, ഇപ്പോൾ 50x ചെയ്യുന്നു. അപ്പോൾ അത് വാലിഡേറ്റ് ലോട്ട് മോർ തിങ്സ്. കാരണം ലൈക്ക് അത് ലൈക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ് ആണ്, പിന്നെ ഇതൊരു ഭയങ്കര ന്യൂ ഏജ് ബിസിനസ് ആണ്. ഷോ ദ എക്സ്റ്റെൻഡ് ഓഫ് ഇമ്പാക്ട് ദാറ്റ് വി കുഡ് ക്രിയേറ്റ്. അപ്പോൾ അത് രണ്ടായപ്പോഴേക്കും വി കുഡ് ഓൾസോ ടോക്ക് ടു എ ലോട്ട് ഓഫ് ആൻഡ് ഏജ് ഗ്രൂപ്പ്സും വേറെ വേറെയാണ് ഇതിൻ്റെ. അത് ഒരു ലൈക്ക് ദിസ് ഇസ് ടിപ്പിക്കലി അണ്ടർ 30 ആൻഡ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഇസ് എബവ് 30. അപ്പോൾ രണ്ടിടത്തും നമുക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. Even though we were not talking about like we always talk about the reach and reaching the right people is what we talk about, and we say like sales will happen if you have the right offering and we reach the right people. Appo adu was proved. We still talk about reaching the right people through us, and we are hoping that like iduvare create cheyan patte impact sustain cheyan pattunnu thanne, കാരണം brands are coming back to us every month and spending like more and more. അപ്പോൾ ആ ഒരു ഭയങ്കര നല്ല ഇമ്പാക്റ്റും ഉണ്ട്. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ എനിക്ക് തോന്നുന്ന ഒരു സാധനം കൂടി, ഇഫ് ഐ എം ഷെയറിങ് ഒരു നിക്ഷാൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എൻട്രിയുടെ ബാൻഡ്, ഐ എം ഇൻഡയറക്ട്ലി വൗച്ചിങ് ഫോർ ദം if I have to buy something, and like I only get to share if me and my network is in the vicinity അല്ലെങ്കിൽ is a target myself for that brand. അപ്പോൾ ഞാൻ എൻ്റെ അവസരം വരുമ്പോൾ I have the responsibility because I have personally gained from like supporting them. അപ്പോൾ I'll go to them. ആ affinity indirectly drive ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സണൽ സർക്കിളിൽ ആ വേർഡ് ഓഫ് മൗത്ത് പറയുമ്പോൾ വി ഇൻഡയറക്ട്ലി സബ്സ്ക്രൈബ് ടു ദാറ്റ് ഐഡിയ. അപ്പോൾ അവർ ഭയങ്കര സ്ട്രോങ്ങർ ഈവൻ ആഫ്റ്റർ ദി ആഡ് ഇസ് ഡൺ, ദേ ഹാവ് ടു ബി ലൈക്ക് ലോങ് ടേം ഇവാഞ്ചലിസ്റ്റ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം ഐ ഹവ് ഷെയർഡ് ഇൻ മൈ പേഴ്സണൽ സർക്കിൾ, നൗ ഐ വിൽ സ്റ്റാൻഡ് ബൈ ഇറ്റ് ആസ് ലോങ് ആസ് ദ ബ്രാൻഡ് ഇസ് ഗുഡ് ആൻഡ് ദ ഓഫർ ഇസ് ഗുഡ്. അപ്പോൾ അവർ എപ്പോഴും ആ ഓഫറിങ്ങിനെയും ആ ബ്രാൻഡിനെയും സപ്പോർട്ട് ചെയ്ത് അത് ലൈക്ക് വി ഹവ് സീൻ ദം എക്സ്റ്റെൻഡഡ്ലി ഡൂയിങ് ഇറ്റ്. അപ്പോൾ അത് ഐ തിങ്ക് ഇസ് എ മേജർ ഫാക്ടർ വെയർ ലൈക്ക് ഈ ഡിജിറ്റൽ വേർഡ് ഓഫ് മൗത്ത് പറയുന്ന ആൾക്കാരും ആ നെറ്റ്വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ ആ ഒരു കേസ് സ്റ്റഡി നമ്മൾ എന്താണ് ചെയ്തത്, ലൈക്ക് എന്ത് ടൈപ്പ് ക്രിയേറ്റീവ്സ് ആണ് നമ്മൾ അത് ചെയ്തത്, അങ്ങനെ അതൊന്ന് ഷോർട്ട് ആയിട്ട് പറയാം. എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മ, നമ്മൾ ഫസ്റ്റ് ക്യാമ്പയിൻ ആണ്. അപ്പോൾ Nikshan, like himself, like the guy is called Nikshan Electronics. His father started it. Appo Kannur, they were starting out in Vadagara now, or second. Oh, nice. Yeah. Appo I think their outlet is the largest in South India by
space and by sales volume. Okay, ഒറ്റ ഔട്ട്ലെറ്റിന് അത്രയും വലുത് ലൈക്ക് we have all the giants in Kerala. അല്ലേ, ഒരു 11 ബ്രാൻഡ്സ് ഉണ്ട് ലൈക്ക് കോമ്പീറ്റിംഗ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിത്ത് 10+ outlets. But even with that, his outlet was like largest in Kerala and especially South India also. അപ്പോൾ അവിടെ he had an offer, എനിക്ക് തോന്നുന്നു കുറേ ടി വി, മിക്സി, AC, ഫ്രിഡ്ജ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് 5,550 ലൈക്ക് 55,555 ഒരു ഓഫർ. വീട്ടിലേക്കുള്ള എല്ലാ സാധനവും വാങ്ങിക്കാം. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അപ്പോൾ ദാറ്റ് വാസ് അട്രാക്റ്റീവ്. ബട്ട് ദാറ്റ് ദേ യൂസ് ടു ഗെറ്റ് പീപ്പിൾ ഓൺ സ്റ്റോർ. ഇത് മാത്രം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ 20x ലൈക്ക് ഓൾമോസ്റ്റ് 27-30 അങ്ങനെ എന്തോ ഇതേ പാക്കേജ് വിറ്റുപോയി. പക്ഷെ അതല്ലാണ്ട് ദേ ഹാഡ് 250 walk-ins ലൈക്ക്. അപ്പോൾ ബാക്കിയുള്ളവർ വേറെ വാങ്ങിച്ചു. ബട്ട് ദേ വി റിയലി ഗോട്ട് സം ഗുഡ് നമ്പേഴ്സ്. പക്ഷെ ഇതൊന്നും മാത്രം ഇത്ര കിട്ടി. ബാക്കിയുള്ളവർ വന്ന ആൾക്കാർ വി ഹാവ് ക്രോസ് ചെക്ക് വിത്ത് ദ നമ്പേഴ്സ്. ലൈക്ക് നമുക്ക് അവർ മെസ്സേജ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഇൻട്രസ്റ്റഡ് ആൾക്കാരെ. ഹേ, ഇങ്ങനത്തെ ഓഫർ കണ്ടല്ലോ, എന്താണ്. അപ്പോൾ ദേ യൂസ് ടു ഇൻവൈറ്റ് ദം ടു സ്റ്റോർ. ഓക്കെ, നിങ്ങൾ കടയിലേക്ക് വരും, വേറെയും സാധനമുണ്ട്, ഇത് മാറ്റിയെടുക്കാം, യു ക്യാൻ പിക്ക് ആൻഡ് ചൂസ് വാട്ട് യു വോണ്ട്. അപ്പോൾ their marketing was also supported with a back end ഒരു ഭയങ്കര നന്നായിട്ട് കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ചെയ്തു. അപ്പോൾ അത് രണ്ടും മിക്സ് ആയപ്പോൾ ലൈക്ക് ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. ദേ വർ ലൈക്ക് ഏബിൾ ടു ലീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടു ബൈ മോർ സ്റ്റഫ് ആൻഡ് ലൈക്ക് മോർ ഓഫ് ദെയർ നീഡ് സാറ്റിസ്ഫൈഡ് ഓൺ സ്റ്റോർ. അത് വന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പീപ്പിൾ റിയലൈസ് പ്രോബ്ലി ദേ നീഡഡ് സംതിങ് എൽസ്. ദേ ലൈക്ക് ഇത് ഫിക്സ് ആക്കി പാക്കേജ് വെച്ചില്ല. ഇഫ് യു ഡിഡ് നോട്ട് വാണ്ട് ദ TV out of it, you could move it out for a different price range. അപ്പോൾ അങ്ങനെയൊക്കെ ഫ്ലെക്സിബിലിറ്റി അവർ വെച്ചു. And then that really worked. And അത് വേണ്ടാത്തവർ ലൈക്ക് they had as I said like one of the largest store in South. അപ്പോൾ you take them to the store, people will like you buy what you see. അപ്പോൾ നമ്മളെല്ലാവരും അപ്പോൾ ആ ഒരു ഇത് ഭയങ്കര നന്നായിട്ട് പോയി. സോ അവർ തന്നെ ക്രിയേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തു. ക്രിയേറ്റീവ്സ് അവർ തന്നെ. നമുക്ക് ഇൻ ഹൗസ് ഡിസൈനേഴ്സ് അങ്ങനെ ഉണ്ടോ? ഇല്ല. നമ്മൾ ഒരു കോണ്ടന്റ് വെരിഫിക്കേഷൻ സ്റ്റെപ്പ് ഉണ്ട്. വി ചെക്ക് ഫോർ എനി ബേസിക് ചെക്ക് ഉണ്ടാവില്ല. അഡൽ കോണ്ടന്റ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് ബിഫോർ ദ ആഡ് ഈസ് ലൈവ്, വൺസ് ദി കോണ്ടന്റ് ഈസ് അപ്ലോഡഡ് ഫ്രം ക്ലയന്റ് എൻഡ്, നമ്മളൊരു ബേസിക് കണ്ടന്റ് റിവ്യൂ ഉണ്ട്. വി ചെക്ക് ഫോർ ഒബ്സീൻ ആവരുത്, ഇല്ലെങ്കിൽ ആരെയും ഹേർട്ട് സെന്റിമെന്റ്സ് ഒന്നും ഹേർട്ട് ചെയ്യരുത്, അങ്ങനെയുള്ള കുറച്ച് ചെക്ക് വിച്ച് ഹാസ് നെവർ കം അപ്പ് യെറ്റ്. ബട്ട് വി സ്റ്റിൽ ഹാവ് ദാറ്റ് പ്രോസസ്. കാരണം ലൈക്ക് വൺസ് ഇറ്റ്സ് ഔട്ട് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഷെയർഡ്. അപ്പോൾ അത് നമ്മൾ ലൈക്ക് വി ടേക്ക് എ സ്റ്റെപ്പ് ഫസ്റ്റ് അഗൈൻസ്റ്റ് ഇറ്റ്. അതല്ലാണ്ട് ഇല്ല. ബട്ട് വി ഡു ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു വാട്ട് വർക്ക്സ് ആൻഡ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് യു ക്യാൻ ടേക്ക്. ഈവൻ ലൈക്ക് വി ഹാവ് ബീൻ വർക്കിംഗ് ഓൺ വാട്സാപ്പ് മെസ്സേജ്, വാട്സാപ്പിലൂടെ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഹാസ് ബീൻ അവർ ഫോർട്ടെ. ഇപ്പോൾ വാട്ട് വർക്ക്സ്, കണ്ടന്റിന്റെ ലെങ്ത്, എന്തൊക്കെയാണ് കണ്ടന്റിൽ വേണ്ടത്, ഹൗ ഇമോജി മേക്സ് ആൻ ഇമ്പാക്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. ഇപ്പം ഇന്നും ഒരു ക്ലയന്റിനെ കണ്ടപ്പോൾ വി വർ ലൈക്ക് ദാറ്റ്സ് ആഫ്റ്റർ വി ഗിവ് ദ എൻക്വയറി. അവർ ആ സൈഡ് നമ്മൾ ഇത് രണ്ടേ അല്ല, പക്ഷെ വി ജനറലി ഡു എ ഡ്രൈ റൺ ആ സെൽഫ്. നമ്മൾ മെസ്സേജ് എൻക്വയറി പോയി കഴിഞ്ഞിട്ട് വി ചെക്ക്. ഓക്കെ, നമ്മളൊരു ഇന്ന് അവരെ കാണാൻ പോയപ്പോൾ ഒരു ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. ഞാൻ ചെയ്തപ്പോൾ എനിക്കിത് ഞാൻ കൺഫ്യൂസ് ചെയ്യാവുന്ന പോലെ ആക്ട് ചെയ്തു. ലൈക്ക് ഞാൻ അറിയാത്ത illiterate ഇത്. അപ്പോൾ how can you make it easier for a person? Like I don't have to, like, because the person on the other end was asking me a lot of questions and expecting me to type. Rather എനിക്ക് ഓപ്ഷൻസ് തരുവാണെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, എനിക്ക് നമ്പേഴ്സ്. അപ്പം അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഫ്രിക്ഷൻ ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വി ആർ വെരി ഗുഡ് അറ്റ് വാട്ട് വർക്ക്സ് ഇൻ വാട്സാപ്പ് എന്നുള്ള ആ ഒരു മെസ്സേജിങ്ങും അതിന് ഹെൽപ്പ് ചെയ്യും. ബട്ട് കോണ്ടന്റ് ഇറ്റ് സെൽഫ് we don't, like, that's not our forte. So we are very open about saying no when we don't know stuff. Because like if we can't deliver on something good, അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറയും, ഇത് നമുക്ക് അറിയില്ല. So നമ്മൾ specifically focusing in Kerala അല്ലേ? ഇപ്പോൾ കേരള probably we are planning to launch in like Tamil Nadu in September. അപ്പോൾ അങ്ങനെ like any startup we have to start and build a base where we have stronger identities. And most of the Kerala branch which is expanding first expand to Tamil Nadu. Like ഞങ്ങളുടെ കേസല്ല, that makes it our requirement to go to Tamil Nadu. കാരണം എല്ലാ വലിയ ബ്രാഞ്ചും കേരള നമ്മളെ പോലെ ഡെമോഗ്രഫിക്കലിയും സോഷ്യലിയും ഫിനാൻഷ്യലിയും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട്, കൾച്ചറലി ആയാലും. അപ്പോൾ തിങ്സ് വി ഈറ്റ്, തിങ്സ് വി വെയർ, തിങ്സ് വി ബൈ ഭയങ്കര സിമിലറാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ബ്രാഞ്ച് ഇൻ കേരള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെയാണ്. Logically it makes sense to go to Tamil Nadu. So I think like Onam till now has been like ഭയങ്കര നല്ല റെസ്പോൺസ്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് അപ്പ് നെക്സ്റ്റ് ഇത്. സോ ഓക്കെ. സോ എല്ലാ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിനും ഒരു സർട്ടൈൻ KPIs അല്ലെങ്കിൽ KPIs ഉണ്ട്, ഡെലിവറബിൾസ് ഉണ്ട്. സോ നമ്മളുടെ ഒരു കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഓരോ ടൈപ്പ് ഓഫ് കോണ്ടന്റിനും ഓരോ ടൈപ്പ് ഓഫ് ക്യാമ്പയിനും വി ഹാവ് എൻ എക്സ്പെക്റ്റഡ് ക്ലിക്ക് റേറ്റ് ഫോർ ഷുവർ. അതാണ് ഒരു KPI പോലെ. ആൻഡ് ദെൻ വി ട്രൈ ടു ഡിസ്കസ് ദാറ്റ് നമ്പർ ഇൻ ഫ്രണ്ട് ഓഫ് ക്ലയന്റ് മുമ്പ് തന്നെ, സോ ദാറ്റ് ലൈക്ക് വി കമ്മിറ്റ് ടു സംതിങ്. ഓക്കെ, ഇതാണ് പൊതുവെ വരാറ് ആൻഡ് ഇത് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരാറ്. ആൻഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആൻഡ് ജനറലി ഇതിൻ്റെ ഒരു X% ആയിരിക്കും നിങ്ങൾക്ക് എൻക്വയറീസോ ആക്റ്റീവ് സെയിൽസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്, which is a very high number compared to other. കാരണം ഇന്റന്റ് ഭയങ്കര ഹൈ ആണ്. യൂസർ ഈസ് സീയിങ് ദിസ് ആൻഡ് കമ്മിങ് ടു ദ ബ്രാൻഡ് ഡയറക്ട്ലി. അപ്പോൾ ആ ഇന്റന്റ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈക്ക് ഫോർ എ ക്ലൈന്റ് വെയർ കോലോ എന്ന് പറഞ്ഞൊരു ആപ്പായിരുന്നു അവര്. അപ്പോൾ അവരെ നമ്മളൊന്നിച്ച് ചെയ്തിട്ട് day 30 retention for an app, like their app was 3 times more than ബാക്കി മേജർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, construction related colo home because so like they were very happy. They were actually paying us almost 2x for per download. അവർ നമ്മ ഭയങ്കര ക്ലോസ് ആയിട്ട് അറിയുന്ന ആളെ they showed us ഗൂഗിളിലും ഫേസ്ബുക്കിലും സ്കെയിലിൽ എത്രയാണ് ചെയ്യുന്നത് and then they said we'll pay you 2x. Okay. Yeah, because like retention at the end of the day you want good users, like not more users. അപ്പോൾ ആ സ്കെയിലിൽ they were happy to pay 2x. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ഫാക്ടർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഡയറക്ട്ലി നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ വി മേ നോട്ട് ബി കോമ്പറ്റേറ്റീവ് വിത്ത് മീഡിയ ടെക് ജയൻസ്. പക്ഷേ ഇത് വെച്ചിട്ട് വി ആർ ഏബിൾ ടു കോമ്പൻസേറ്റ് ദെയർ വൈൽ ഓൾസോ ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് അവെയർനെസ് അബൌട്ട് ദ ബ്രാൻഡ് ഇറ്റ്സെൽഫ്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും വലിയ ഡെലിവറബിൾ ആയിട്ട് പറയുന്നത്. ഇഫ് യു ആർ ലുക്കിംഗ് ടു ക്രിയേറ്റ് ആൻ ഇമ്പാക്ട് ഓൺ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് ബിൽഡ് ട്രസ്റ്റ് അറ്റ് ദ സെയിം ടൈം. ബ്രോഡ്കാസ്റ്റ് ആയിട്ടല്ല പറഞ്ഞത്, യു ആർ സ്റ്റിൽ ഹിയറിംഗ് ഇറ്റ് ഫ്രം യുവർ ഫ്രണ്ട് അല്ലേ. അപ്പോൾ അത് ഡിസ്കൗണ്ട് ചെയ്യാൻ നമ്മൾ ഫാസ്റ്റർ കോൺവെർസേഷനിൽ ഇറ്റ് കംസ് ടു ഓക്കെ എത്ര സെയിൽ ഉണ്ടാവും, ബട്ട് ലോങ് സസ്റ്റൈൻ. ദാറ്റ്സ് വൈ വി വാണ്ട് ടു വർക്ക് വിത്ത് ലെഗസി ബ്രാൻഡ്സ്. വി ലവ് വർക്കിംഗ് വിത്ത് ദം. കാരണം അവർക്ക് ആ ബ്രാൻഡിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് അറിയാം. കാരണം 80-90% ഓഫ് ദെയർ സെയിൽസ് കം ഫ്രം ജസ്റ്റ് ദാറ്റ് നെയിം. ഇവിടെ പോവാം ലൈക്ക് ആ ഒരു പേര് വെച്ച് മാത്രം അവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ നോ ദാറ്റ്സ് ദ നെയിം. ലൈക്ക് അതുകൊണ്ടാണ് അവർ എല്ലാ വർഷം ആഡ് ചെയ്ത് അവർ നമ്മൾ ആ പേര് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഫേസസ് മാറും, അതിലുള്ള കൺസെപ്റ്റ് മാറും, പക്ഷെ ആ പേര് ദേ കീപ് സ്ട്രൈക്കിങ്. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡ്സ് റിയലൈസ് ഇറ്റ് ലൈക്ക് മോർ. ഈവൻ ഫോർ എ സ്റ്റാർട്ടപ്പ് വി ഓൾസോ വോണ്ട് ലൈക്ക് ഭയങ്കര ഇൻസ്റ്റന്റ് റിസൾട്ട്സ്, ബട്ട് ദേ ഹാവ് സീൻ ഇറ്റ്. ആൻഡ് ഇൻസ്റ്റന്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി താഴോട്ടും പോകാൻ ചാൻസ് അവരാ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന. സോ ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈങ് വർക്കിംഗ് വിത്ത് സച്ച് ക്ലയൻസ്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളെ കീ ഡെലിവറബിൾ. വി വിൽ ബിൽഡ് ദ ട്രസ്റ്റ് അറ്റ് സ്കെയിൽ ത്രൂ വേർഡ് ഓഫ് മൗത്ത്. ആൻഡ് ദ KPI വുഡ് ബി ലൈക്ക് ദ നമ്പേഴ്സ് ദാറ്റ് വി റീച്ച് ആൻഡ് ദ engagement that we bring through clicks. Okay. So നമ്മളിപ്പം റീറ്റെയിലർ ബേസിസിൽ പോകുവാണെങ്കിൽ നമുക്ക് എത്ര മേ ബി അവരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി കാര്യങ്ങൾ അത് എത്ര എണ്ണമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്? വൺ ടൈം ആയിരിക്കും അതോ അല്ല? സോ എല്ലാ ബ്രാൻഡിനും അതേ സ്ട്രാറ്റജി ഉണ്ടാവും. അതൊരു റേഞ്ച് ഓഫ് ഇതാണ്. സോ ലൈക്ക് when we say retailer, we don't have a retainer cost as such. Like when we say retainer, we ask them to spend more and more in the platform. Like you don't even need us to do that. Like the platform dashboard access and adil poi cheyyam. What we do is like we just we have an account manager who would help them with the ads, creative ad creation, adinte reporting adinu vendittu adella adinum extra, like we don't charge anything else. So that's a thing that we do. Nammala customer service values inde idaittan, like we want them to be doing an ad at no pain, like minimum pain. Tech ഇടക്ക് വന്നു തോന്നരുത്. ടെക് ഷുഡ് ബി ദെയർ ടു മേക്ക് തിങ്സ് ഈസിയർ ആൻഡ് നോട്ട് ഡിഫിക്കൽട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കോ-ഫൗണ്ടറാണ് നമ്മൾ ടെക് ബിൽഡ് ചെയ്തിരുന്നത്. സോ ഈ കീപ് സെയിങ് ലൈക്ക് ഓരോ ഇത് ഐ ആം ക്രൈ, അത് ഒരു ഫേമസ് സാധനമാണ്. ഹർഷ് കീപ് സെൻഡിങ് മീ ലൈക്ക് ഞാൻ ഇത് ട്രൈ ചെയ്തു, ഐ ആം ക്രൈ എന്നാണ്. അപ്പോൾ ഇത് ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ക്രൈ വെൻ ഐ യൂസ് കഥ. സോ ഐ വിൽ മേക്ക് ഇറ്റ് ദ ഈസിയസ്റ്റ്. സോ കൺവീനിയൻസ്. ഇപ്പോൾ എൻ്റെ ബോർഡിൻ്റെ ഞാൻ ഇരിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ വലിയൊരു ചാർട്ടിൽ 2 വേർഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്: റെലവൻസ് ആൻഡ് കൺവീനിയൻസ്. ഓക്കെ, അത് 2 വലിയ വാല്യൂസ് ആണ്. ലൈക്ക് വാട്ട് വി ഡ്രൈവ് ഈസ് ലൈക്ക് യൂസേഴ്സിന് റെലവെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കണം, ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അഗൈൻ കമ്മിങ് ബാക്ക് ടു വാട്ട് യു ആസ്ക്ഡ്, അത് വെച്ചിട്ടുള്ള ടെക് ബിൽഡ് ചെയ്തതിൻ്റെ തന്നെ ഇത് ദേ ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ് ദെംസെൽഫ് ദ വേ ദേ വോണ്ട് ടു യൂസ് ഇറ്റ്. അത് ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് ബിൽഡ് ചെയ്യുക.
അപ്പോൾ ദേ ക്യാൻ സ്പെൻഡ് ബേസ്ഡ് ഓൺ ലൈക്ക് ഇപ്പോൾ FMCGs ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഉണ്ട്. ലൈക്ക് വാട്ട് വി റിയലൈസ്ഡ് വാസ് വി വെർ ഓൾസോ ഡൂയിങ് ചെറിയ ക്യാമ്പയിൻസ് ആസ് ട്രയൽസ് മുമ്പ്. പക്ഷെ ദാറ്റ് വുഡ് ബി ലൈക്ക് ഒരു 4th പേജിൽ ഒരു ചെറിയ കോളത്തിൽ ആഡ് കൊടുത്തിട്ട് ബ്രാൻഡ് ബിൽഡ് ആവുന്ന എക്സ്പെക്ട് ചെയ്യുന്നത്. നൗ വി അണ്ടർസ്റ്റാൻഡ് ഒരു മിനിമം സ്കെയിൽ ഉണ്ട്. ലൈക്ക് അത് അവയർനെസ് ലൈക്ക് ഒരു n നമ്പർ ഓഫ് ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ സംതിങ് ഇസ് ഹാപ്പനിങ് അറൌണ്ട് മീ, എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ബ്രാൻഡ് ഇവിടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മൈ ഫ്രണ്ട് ടോക്ക് ടു മൈ, മൈ സിസ്റ്റർ ടോക്ക് ടു മൈ, മൈ ഫാദർ ഇസ് ടോക്കിംഗ് ലൈക്ക് ത്രൂ ഹിസ് സ്റ്റേറ്റസ്. അപ്പോൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ലൈക്ക് ഓക്കെ സംതിങ് ബിഗ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ ആ ഇമ്പാക്ട് ഇൻസ്റ്റന്റ് ബസ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ വി സേ കോൺസെൻട്രേറ്റ് ലൈക്ക് ഇഫ് യു ലൈക്ക്. അപ്പോൾ നിങ്ങൾ ബജറ്റ് സ്ട്രാറ്റജിയും ബജറ്റും വെച്ചിട്ട് don't do it entire scale. If you have a budget limitation or constraint or a planning, geographically constraint ചെയ്യും. അപ്പോൾ അത് വിൽ ഹെൽപ്പ് യു ഡ്രൈവ് മോർ. ആ ഏരിയയിൽ ബ്രാൻഡിങ്ങും റീകോളും ട്രസ്റ്റും ഒക്കെ ഭയങ്കരമായിട്ട് കൂടും റാദർ ദാൻ സ്പെൻഡിങ് ദാറ്റ് അക്രോസ്. ഇത് ജസ്റ്റ് ടു ലൈക്ക് അത് വെറും ഫോർ പറയാം നമ്മൾ ഓൾ കേരള ക്യാമ്പയിൻ ഡ്രൈവ് ചെയ്തു, പക്ഷെ അതിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ വി ആർ നോട്ട് ഹാപ്പി ഡൂയിങ് ദാറ്റ് for a client and then like think of okay actually ചെയ്യാൻ പറ്റിയോ എന്നുള്ളത്. സോ വി സ്ട്രോങ്ലി സജസ്റ്റ് ഒരു മിനിമം ബജറ്റ് ഉണ്ട് കേരളം ചെയ്യണമെങ്കിൽ മൊത്തം, ആൻഡ് വി റീച്ച് ലൈക്ക് ഇറ്റ് ക്യാൻ ബി എനി നമ്പർ ലൈക്ക് അത് 1 കോടി ആൾക്കാരെ എത്താം ഓവർ എ വീക്ക് ഓർ എ മന്ത് ലൈക്ക് ആ സ്ട്രെച്ചും. അപ്പോൾ അതാണ് ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഒരേ ആൾക്കാരെ ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാമ്പയിൻ ആൻഡ് ദ മോട്ടീവ്സ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ദാറ്റ് അഗൈൻ is based on like ഓരോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ there is like for ഗൂഗിൾ ചോദിക്കുന്ന പോലെ നമ്മൾ സെറ്റ് ഓഫ് 3-4 ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മൾ. എന്താണ് നിങ്ങൾക്ക് ട്രാഫിക് ആണോ വേണ്ടത്, അവയർനെസ് ആണോ വേണ്ടത്, ഡ്രൈ എൻഗേജ്മെന്റ് ആണോ വേണ്ടത്, എന്തിനാണ് നിങ്ങളിത് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും ഇത്രയെങ്കിലും ചെയ്യണം, ഇത്ര ഇല്ലെങ്കിൽ ഈ ഏരിയയിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ടാണ്. സോ അഗൈൻ ലൈക്ക് കുറേ സീസണൽ ഇതുണ്ട്. ഇപ്പോൾ ഫോർ വണ്ടർല ഇപ്പോൾ സ്കൂൾ അടച്ചപ്പോൾ വലിയൊരു മാർക്കറ്റായിരുന്നു, മഴ പെയ്തപ്പോൾ അത് കുറയും, പിന്നെ ഇനി ഓണം വെക്കേഷനിൽ ഇനി കൂടും, പോസ്റ്റ് മൺസൂൺ അത് കൂടും വിസിറ്റ്സ്. അപ്പോൾ അവരൊരു നാച്ചുറൽ സൈക്കിൾ ഉണ്ട്. സോ ദേ വോണ്ട് ടു ബിൽഡ് ദാറ്റ് ബസ് അറൌണ്ട് ദാറ്റ്. അപ്പോൾ അതൊരു സൈക്കിൾ. ആൻഡ് ദെൻ സിൻസ് ദർ ഈസ് നോ റിറ്റൈനർ ഫീ ലൈക്ക് ഗൂഗിൾ ഓർ ഫേസ്ബുക്ക്, യു ക്യാൻ പ്രിറ്റി മച്ച് എനി ഡേ വാക്ക് ഇൻ ആൻഡ് ഡു യുവർ ആഡ്, വിൽ ബി ദെയർ ടു ഹെൽപ്പ്. അപ്പോൾ അങ്ങനെ റിറ്റൈനർ കൺസെപ്റ്റ് ഇല്ല. ബട്ട് യാ ദർ ആർ ബ്രാൻഡ്സ് ഹു ഹാവ് ബീൻ സ്പെൻഡിങ് വിത്ത് അസ് കണ്ടിന്യൂസ്ലി ലൈക്ക് വൺസ് ദേ സ്റ്റാർട്ടഡ്. അപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ബിസിനസ് ഉണ്ട്. ആൻഡ് FMCG ടെക്സ്റ്റൈൽസ് അതുപോലുള്ള വേർ ദർ ഇസ് സെയിൽസ് ത്രൂ ഔട്ട് ദി ഇയർ, ദേ വുഡ് ഓൾസോ ബി ക്ലയൻസ് ഹു വുഡ് വർക്ക് ഇറ്റ് ലൈക്ക് ബാക്ക് ടു ബാക്ക്. സോ നമ്മളുടെ ഒരു ക്ലയൻറ്റ് ഇൻടേക്ക് പ്രോസസ് എന്ന് പറയുവാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഒരു ക്ലയൻറ്റ് ഓൺ ബോർഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്യാമ്പയിൻ റോൾ ഔട്ട് ചെയ്യുന്നിടം വരെ അതുവരെയുള്ള ഒരു പ്രോസസ് എങ്ങനെയായിരിക്കും? ഓക്കെ, സോ ഇപ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട് ലൈക്ക് ഹൂ കുഡ് ബി ആർ ക്ലയന്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് പ്രോസ്പെക്ട് ചെയ്യാം. സോ വി ഡു ഹാവ് an ICP അല്ലേ? ICP ഉണ്ട്. ലൈക്ക് ഒരു പാൻ കേരള ബ്രാൻഡ് ആയിരിക്കണം, ആൻഡ് ലൈക്ക് അവർ അവയർനെസ്സും ബ്രാൻഡിങ്ങിനും ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം. ആൻഡ് ദെൻ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ ICP വെച്ച് ഡിസൈഡ് ചെയ്തു. ആൻഡ് ദെൻ വി ഫിഗേർഡ് ലൈക്ക് ദർ ആർ പ്രോബ്ലി 250 to 300 ബ്രാൻഡ്സ് നമ്മളൊരു ലിസ്റ്റിലുള്ള ഹു വി ലൈക്ക് ടു വർക്ക് വിത്ത്. And going ahead, probably this would be a premium top brands ni ചെയ്യാൻ പറ്റുന്ന അങ്ങനെയും ഒരു ഇതാക്കാം ഫോർ ഇനീഷ്യൽ ഫേസ് ബിഫോർ സെൽഫ് സെർവ് ആയിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആക്കുന്ന പോലെ. കാരണം അത് ദാറ്റ് വുഡ് റിക്വയർ ഭയങ്കര എക്സ്റ്റെൻഡഡ് ബാൻഡ് വിഡ്ത്ത് ഇഫ് യു ഹാവ് ടു ഗോ ടു എവറി ബിസിനസ് ആൻഡ് കേറ്റർ നമ്മളത്. അപ്പോൾ അത് അവിടെ ടെക് ഞാൻ പറഞ്ഞ പോലെ ദാറ്റ്സ് വെയർ അവർ ടെക് സ്ട്രെങ്ത് ഈസ് ഗോയിങ് ടു കം, വെയർ ലൈക്ക് വി ക്യാൻ ബിൽഡ് തിങ്സ് അറ്റ് സ്കെയിൽ വൺസ് വി പ്രൂവ് ഇറ്റ് ഫോർ ഫ്യൂ പീപ്പിൾ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു സ്റ്റേജ്. ഇപ്പോൾ ഈ ICP വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ വി ട്രൈ ടു മീറ്റ് പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ്സ് ബ്രാൻഡ് അവരെ പെർസ്പെക്റ്റീവ് എന്ന്. സോ we generally try to meet someone who is like if it's a family run business, someone from the family, okay, or a top executive who would understand the value of the brand. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മുടെ മീറ്റിങ്ങിൽ. കാരണം like it should be not driving sales for them. അത് മാത്രമായിരിക്കരുത് എനിക്കിത് ഇത്രയും വിൽക്കണം അല്ലെ ഇത്ര റവന്യൂ കൊണ്ടുവരണം എന്നായിരുന്നു. വി ആർ ടോക്കിംഗ് അബൌട്ട് ലൈക്ക് ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വൗച്ച് ചെയ്യും in their personal space. That's beyond sales. That's long term, that's sustainable. ആ വാല്യൂ ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ ആ ലെവൽ ഓണർഷിപ്പ് ഉള്ള ആൾക്കാരെയാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞ ഫാമിലി ബിസിനസ്, ഫാമിലിയിൽ ഒരാളാണ് നമ്മൾ സംസാരിക്കില്ല. കാരണം
അതിന്റെ എത്തോസും അതിന്റെ വാല്യൂസും ലൈക്ക് ഓരോ ബ്രാൻഡിനും അതിന്റെ സ്റ്റോറിയും ലൈക്ക് സം ഓഫ് ദ കേരള ബ്രാൻഡ്സ് ആർ ലൈക്ക് ഓൾമോസ്റ്റ് 100+ years of legacies. അപ്പൊ അവരോടെല്ലാം സംസാരിക്കുമ്പോൾ യു ലൈക്ക് യു ആർ നോട്ട് ഓൺലി ലേണിംഗ് എ ലോട്ട് ഓഫ് സ്റ്റഫ്, അവരും നമ്മളെ ഓക്കെ പറയും ഇതാണ് ഞങ്ങൾ ലൈക്ക് ദിസ് ഇസ് വൈ വി വിൽ ഡു ഇറ്റ് ഓർ വി വിൽ നോട്ട് ഡു ദിസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് മേക്സ് ലൈക്ക് നമുക്കും ആ ക്യാമ്പയിൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര പ്രൈഡാണ്. ലൈക്ക് ദിസ് ഇസ് ഗ്രേറ്റ്. ലൈക്ക് നമ്മൾ കേട്ട് വളർന്ന ആ അമ്മ എന്ന് പറയുന്ന പോലെയുള്ള വാക്കുകളുണ്ട് കുറെ ബ്രാൻഡ്സ്. അപ്പോൾ അവരെ വെച്ചാൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ആ അണ്ടർസ്റ്റാൻഡിങ് അതേ ലെവലിൽ അവർ ആ ബ്രാൻഡിനെ നമ്മൾക്ക് എങ്ങനെ ഇൻസ്പയർ ചെയ്തു ആ ഇൻസ്പിറേഷൻ കൊണ്ടുവരാനുള്ള വാല്യൂസ് അവർക്ക് അറിയാം. അപ്പോൾ ലൈക്ക് മിൽമ കേരളം കണി കണ്ടിരുന്നതാണ്. അപ്പോൾ അത് ലൈക്ക് ദാറ്റ് ഇസ് സംതിങ് എവറി മലയാളി വുഡ് പ്രൗഡ്ലി സേ. ലൈക്ക് അതെന്തോ ഒരു ഇമോഷനാണ് നമുക്ക്. അപ്പോൾ അതിനോട് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാവണം. ലൈക്ക് അപ്പോൾ അങ്ങനെയുള്ള വർക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ ലൈക്ക് ബിഗർ ബ്രാൻഡ്സ് ലൈക്ക് കല്യാൺ ആവട്ടെ, ചുങ്കത്താവട്ടെ, മലബാർ ആവട്ടെ, മണപ്പുറം, അങ്ങനെയുള്ള മേജർ ബ്രാൻഡ്സ് അവർ ലൈക്ക് ആ ടോപ്പ് ടിയറിലിരിക്കുന്ന ആൾക്കാർ ടോക്സ് ബിയോണ്ട് റവന്യൂ. ദേ വോണ്ട് ടു സസ്റ്റെയിൻ ദാറ്റ് ഇമ്പാക്ട് ആൻഡ് ലെഗസി. അപ്പോൾ അവിടെയാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് നോ ICP-നകത്ത് ഹൂ വി വോണ്ട് ടു ടോക്ക്. വൺസ് വി ആർ ടോക്കിംഗ് ടു ദം, വൺസ് ദേ വോണ്ട് ടു കൺവേ ദിസ് ഐഡിയ ലൈക്ക് ഓക്കെ ഇതാണ് നമ്മൾ ഇവരിലൂടെ ആൾക്കാരിലൂടെ നമ്മളെ കുറിച്ച് നമ്മളെ സ്റ്റോറിയാണ് അവർക്ക് ഷെയർ ചെയ്യേണ്ടത്. ബാക്കി അവർക്ക് അറിയാം. വൺസ് ദിസ് ഇസ് ഡൺ ലൈക്ക് എവറിബഡി നോസ് if you want to buy something, this is where you come. That is already established. Appo they are just doing a reminder again and again. Appo aa idea clear aayittulla kore brands odu work cheyum adan best like brands I would say personally for me. Appo avare once we get to them, once we get to like this strategy, then we have like couple of rounds of discussion about how exactly this works. They like to try to understand ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുക, അവരുടെ കേസിൽ എങ്ങനെയാ വർക്ക് ചെയ്യുക, ഇൻ ദ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സ് ആണ്. വൺസ് ദാറ്റ് ഈസ് ഡൺ ലൈക്ക് ആൻഡ് പ്രൈസിങ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഡെമോ ഉണ്ടാവും. നമ്മുടെ ഡാഷ്ബോർഡിൽ നമ്മൾ ടെക് സൈഡും ഫുള്ളായിട്ട് കാണിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് വി ഓൾസോ ഇൻട്രൊഡ്യൂസ് അവർ അക്കൗണ്ട് മാനേജർ ടു ദം ആൻഡ് സേ you can do it yourself, but if you don't want to do it yourself, you can always WhatsApp us or email us saying hey ഈ campaign ഇതാണ് ക്രിയേറ്റീവ്, ഇത്രയാണ് റീച്ച്, and then we take it forward. And then അത് കഴിഞ്ഞ് once this is done, we send them a detailed report. എന്തായിരുന്നു എക്സ്പെക്ടേഷൻ, എന്താണ് നടന്നത്, and this is what we think has how we have impacted, and further discussions like. And since there is only like 200-250 brands that we have identified, and then like you know like adinte oru cheriya subset aanu we are working with, we try to meet our brands in person once in 2 weeks or ideally once in a week, just to keep up the relation. appo nammal vicharikkuna karanam idu koreyum kudi deeper, like one very personal reason, because we get to learn a lot. അവരെ ടൈം കിട്ടാൻ ഭയങ്കര കഷ്ടമാണ്, പക്ഷെ വി ട്രൈ ടു ഡു. അവർ കുറേ പഠിക്കാനുണ്ട് അവരെ ഹൗ ടു ലുക്ക് അറ്റ് ബ്രാൻഡിങ്, വാട്ട് ഈസ് ബ്രാൻഡിങ് എന്നുള്ളതിൻ്റെ അതിൻ്റെ ABCD. അപ്പോൾ അത് സോ ഫോർ ദാറ്റ് ഓൾസോ. ആൻഡ് ദെൻ മോസ്റ്റ് ഓഫ് ദിസ് ഈസ് റൺ ബേസ്ഡ് ഓൺ ലൈക്ക് അവർക്ക് ഇമ്പാക്റ്റിൽ ക്രിയേഷൻ, നമുക്ക് ആ വാല്യൂ മനസ്സിലായെന്ന് അവർ ലൈക്ക് ദാറ്റ് സംതിങ് ഐ ഹവ് felt like they try to look at if you have understood our values first. Okay, like only അതേ കൺസേണിലാണ് നോക്കുന്നത്. അപ്പോൾ അത് ഫ്രീക്വന്റ് ഇന്ററാക്ഷൻ ആൻഡ് ലൈക്ക് പറ്റാവുന്നത്രയും ഇൻ പേഴ്സൺ അല്ലെങ്കിൽ ഓൺ കോൾ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ലൈക്ക് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോർ ഓഫ് ലൈക്ക് വെയർ ദേ ആർ കമ്മിങ് ഫ്രം. അപ്പോൾ അങ്ങനെയാണ്. സോ ലൈക്ക് ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ക്ലയൻസ് ഹെൽപ്പ് റൈറ്റ് നൗ. ആൻഡ് ദെൻ വൺസ് വി ഫിഗർ ഔട്ട് നമ്മൾ ഇത് ചെയ്ത പോലെ ഇഫ് യു ക്യാൻ ടീച്ച് എ മെഷീൻ ടു റൈറ്റ് എ ന്യൂസ് നോൺ ഒബ്ജക്റ്റീവ്ലി, വി സ്ട്രോങ്ലി തിങ്ക് അതേ വാല്യൂസ് നമുക്ക് എക്സ്റ്റെൻഡഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വൺസ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഡീപ്പർ. ഇപ്പം ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ലെസ് നമ്പർ ഓഫ് ക്ലയൻസ് ആണ് നല്ലത്. സോ നമ്മളും ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ചില ഞാൻ എല്ലാവരും പറഞ്ഞത് ചിലർ ലൈക്ക് they'll be focusing on like a lot of clients, like അവർക്ക് കുറേ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ഓക്കെ, അപ്പോൾ വി ഹാവ് ട്രൈഡ് ദാറ്റ് ഓൾസോ. അപ്പോൾ നന്നായിട്ട് ഫെയിൽ ചെയ്തുകൊണ്ടാണ് എനിക്കിത് പ്രശ്നങ്ങൾ നന്നായിട്ട് പറയാൻ പറ്റും. അപ്പോൾ വാട്ട് വി ഫിഗേർഡ് ഔട്ട് വാസ് ലൈക്ക് നമ്മളൊന്ന്
അപ്പോൾ കുറെ ആൾക്കാരെന്ന് പറയുമ്പോൾ വി ആർ റണ്ണിങ് അഗെയിൻസ്റ്റ് നമ്പേഴ്സ് റൈറ്റ് നൗ. സോ ലൈക്ക് ആൻഡ് ദെൻ യു ആർ പ്ലേയിങ് എ ഗെയിം ഓഫ് വാണ്ടിങ് മോർ. And like we are all humans, if you want more, if you'll keep wanting more. അപ്പോൾ മോറിന്റെ ലൂപ്പിൽ എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എപ്പോഴും ഇത് വരും. എസ്പെഷ്യലി വെൻ യു ആർ ലൈക്ക് ബൂട്ട് സ്ട്രാപ്പ് ആൻഡ് ലൈക്ക് സ്റ്റാർട്ടപ്പ്, യു ആർ ജസ്റ്റ് ഗ്രോയിങ്. ആ ഫേസിൽ you have priorities. Numbers ആണ് priorities ആണെങ്കിൽ you will push, you will tune your KPIs to get more numbers. And as a small team you can really impact with couple of numbers. ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഡയറക്ഷൻ മാറി ഇങ്ങോട്ട് പോകും. ലൈക്ക് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഓടുന്നുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഈസി ടു റൺ അലോങ് എല്ലാവരും. പക്ഷെ ആ റൈറ്റ് ഇത് എടുക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒന്ന് ഇറ്റ്സ് ടഫ്. കാരണം സ്മോളർ നമ്പർ ആകുമ്പോൾ ചെറിയ ഇതാണ്. എവറി നോ ഈസ് വെരി ഹാർഡ് ഓൺ യുവർ സെൽഫ്. പക്ഷേ എവറി യെസ് ഈസ് ഓൾസോ ബിഗർ ഹൈ. ഓൺ ദി അതർ സൈഡ് ലൈക്ക് സിൻസ് യു ആർ ടോക്കിംഗ് അബൌട്ട് എന്തുകൊണ്ട് സ്മോൾ എടുത്തില്ല എന്നുള്ളത്, അവിടെ 10 പേരെ സംസാരിച്ചു, 2 പേര് കണ്ടിട്ടാൽ മതി. അത് അപ്പോൾ പിന്നെ അതിൽ ചിലപ്പോൾ ആൻഡ് ദെൻ യു ഡോണ്ട് ഹാവ് ടൈം ടു റീതിങ്ക് അബൌട്ട് വാട്ട് വെന്റ് റോങ്. കാരണം നാളെ ആദ്യം വീണ്ടും 10 പേരെ സംസാരിക്കണം. യു ആർ വർക്കിംഗ് അറ്റ് സ്കെയിൽ. അപ്പോൾ പ്രോസസ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഭയങ്കര, അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഓഫ് കോൺവെർസേഷനോ നമ്മളെ ഫീഡ്ബാക്ക് സൈക്കിളോ അതിലൊക്കെ നമ്മൾ മിസ് ഔട്ട് ചെയ്യും. സോ ഐ തിങ്ക് ആ സ്കെയിൽ വരേണ്ടത് വൺസ് വി ഫിഗർഡ് ഔട്ട് ഈ ബേസിക്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെക് ബേസ്ഡ് ലൈക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാൻ അറിയുന്നത് ടെക് ബേസ്ഡ് ആണ്. സോ ദാറ്റ്സ് വൺസ് ഓൾറെഡി ആൻഡ് വി തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഐഡിയൽ യൂസ് കേസ് ഓഫ് ടെക് ടു സ്കെയിൽ തിങ്സ് ദാറ്റ് ഡസ് അതർവൈസ്. ലൈക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സ്കെയിൽ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോൾ ജനറേറ്റീവ് AI വരെ ലൈക്ക് യു ക്യാൻ ഡു തിങ്സ് അറ്റ് സ്കെയിൽ നൗ വിത്ത് ദാറ്റ് ലൈക്ക് വിച്ച് വാസ് നോട്ട് പോസിബിൾ ഏർലിയർ. അപ്പോൾ അത് പക്ഷെ അതിന് മുമ്പ് ഒരു മോഡൽ ബിൽഡ് ചെയ്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ വെൻ യു ആർ ഇൻ എ ഫാസ്റ്റ് റണ്ണിങ് ബബിൾ എക്കോസിസ്റ്റം യു ആർ ഓൾവേസ് സ്കെയർഡ് ടു നോട്ട് റൺ. ലൈക്ക് ഇരുന്ന് ഇത് ആലോചിച്ച് ഫിഗർ ഔട്ട് ചെയ്ത് ചെയ്യാന്നുള്ളത്. കാരണം എവറി ഡേ യു ആർ ബോംബാർഡഡ് വിത്ത് സം founder or some startup raising millions of dollars, ഇവർ ഇത്ര ഇതാക്കി ആ milestone ഈ milestone, which is like always affecting your mental health. So thankfully we have kept away from most of this, personally myself, കാരണം that was the idea that we started out with, news affecting you was like അപ്പോൾ നമ്മൾ we are like okay we know what we want and we set ഒരു other thing that helped us was like we have week on week metrics. We still let എനിക്ക് വന്ന് ഇത് 125th week ആണ് ഞങ്ങൾ. അപ്പോൾ like I still know, everybody know, like that's how we discuss. 124th weekൽ ഇത് നടന്നായിരുന്നു. എല്ലാവരും ചേഞ്ചസ് എന്ത് കൊണ്ടുവന്നു, ഏത് മെട്രിക്കാണ് മാറ്റിയത്. അപ്പോൾ ലൈക്ക് വി ഹാവ് ട്രാക്കിംഗ് ഭയങ്കര നന്നായിട്ട്. മറ്റേ ആ ബാർ മെഷർ ചെയ്തില്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നോ ഇതാവുന്നോ അറിയില്ല. അപ്പോൾ വി ഹാവ് ബീൻ വെരി കീൻ ഓൺ ദാറ്റ് സിൻസ് ഡേ വൺ. അപ്പോൾ ആ മെഷർമെന്റ് കാരണം സ്മോളർ ഗ്രോത്ത്സ് മെഷർ ചെയ്യാൻ പറ്റും. ഈ വലിയ ക്ലയൻസ് ആകുമ്പോൾ വിചാരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ 3 മാസം സംസാരിച്ച് ഒന്നും നടന്നില്ല. So it's not a no at the end of 3 months. If it's a no, we currently know രണ്ടാമത്തെ കോൾ കഴിഞ്ഞാൽ we know if it's a no, like pretty much 80% accuracy. കാരണം we have had patterns. Like ഈ കോളിൽ എന്ത് പറഞ്ഞു. So we have questions set up. ഈ 3 questions ഇവരെന്താ ചോദിച്ചേ, ഇങ്ങനെ പറഞ്ഞോ, ഇത് പറഞ്ഞോ, okay, then you take a head, like ഇവരെ പ്രയോറിറ്റി ആക്കുക. So it's even with larger cycles you can bring that to smaller clients പോലെയുള്ള ബിഹേവിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റും if you have right processes and right documentation in place. അപ്പോൾ അത് is where we act like a startup. Okay, we are like very focused on it. അപ്പോൾ even though you are chasing only 300, അപ്പോൾ അതിൽ 30,000 ചേസ് ചെയ്യണ്ട, 330,000 ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും you can still only talk to 300 at a time. Okay. But you keep dejecting so fast. ഇവിടെ you can still have a priority. അപ്പോൾ ആ പ്രയോറിറ്റൈസിങ്ങിന്റെ സൈക്കിൾ ചെറുതായി കഴിഞ്ഞാൽ ടിപ്പിക്കലി ലൈക്ക് ഇറ്റ് ലുക്സ് ലൈക്ക് യു ആർ വർക്കിംഗ് വിത്ത് ഈ ക്ലയന്റിന്റെ ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, ഇത് കടന്നു കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് പുതിയ ക്ലയന്റ്, പുതിയ പ്രോബ്ലം. അപ്പൊ അങ്ങനെ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വീക്ക് ഓൺ വീക്ക് ആൻഡ് ഈ വീക്കിൽ നമ്മൾ ഇത്ര പ്രോഗ്രസ് നടത്തണം. ഓക്കെ, then it's a successful week. Money doesn't have to hit the bank yet. End of the day അത് വേണം. പക്ഷേ ഇത് നടന്നാൽ തന്നെ you know you are on the right path. അപ്പോൾ rather than ആ ലോങ്ങർ പിക്ചറിൽ ലൂസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇഫ് യു ക്യാൻ ഡു ദിസ്, എനിക്ക് തോന്നുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ആൻഡ് ഓരോ വീക്കിലും നമ്മൾ ഓരോ മെട്രിക്കിനും ഗുഡ്, ബാഡ്, അല്ലെങ്കിൽ എക്സലൻറ്റ്, ഗ്രേറ്റ്, ഗുഡ്, മോഡറേറ്റ്
അപ്പോൾ അത് 4 അതിന്റെ ലൈക് വി ഡോണ്ട് ഹാവ് ബാഡ് ഇതെന്ന് പറഞ്ഞ കോളം. വി ജനറലി സേ ഓക്കെ ഇത് ഫോർ യുവർ എഫേർട്ട് ഇറ്റ്സ് ഓൾവേസ് മോഡറേറ്റ്, അറ്റ്ലീസ്റ്റ് യു ഡിഡ് എ മോഡറേറ്റ് ഫോം. അപ്പോൾ മോഡറേറ്റ് എങ്കിലും ഉണ്ടാവും, ബട്ട് വി സേ ലൈക്ക് എക്സലന്റ് വരെ പോകാൻ പറ്റും, യുവർ എഫേർട്ട് ക്യാൻ ബി. അപ്പൊ അത് മാത്രമാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ആൻഡ് ഇറ്റ്സ് എ സ്മോൾ ടീം നൗ, വി ആർ ലൈക്ക് 14 പീപ്പിൾ. അപ്പൊ എല്ലാവരും ഭയങ്കര പേഴ്സണലാണ്. ആ ഒരു ഇതിൽ തന്നെ വി ആർ ഏബിൾ ടു പുഷ് ഈച്ച് അതർ വിത്തൗട്ട് പുഷിങ് ഈച്ച് അതർ. അപ്പോൾ ദാറ്റ് സോൾവ്സ് ഫോർ വലിയ ആളെ ക്ലയൻറ്റ് വലിയ ഇത്. അഗൈൻ ലൈക്ക് കമ്മിങ് ബാക്ക് ടു കപ്പിൾ ഓഫ് മോർ തിങ്സ്. ഒന്ന് കുറേ ആൾക്കാരെ ചെയ്യുമ്പോൾ സർവീസ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇതാകേണ്ടി വരും. അൺലെസ് യു ഹാവ് ലൈക്ക് $10 million in your bank where you can set up extended customer service team. അത് ഞങ്ങളെ ഭയങ്കര കോർ വാല്യൂ ആണ്. ഓക്കെ, ലൈക്ക് കസ്റ്റമർ സർവീസ് മോശമാകാൻ പാടില്ല. ലൈക്ക് ഞാനെപ്പോഴും പറയാറുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ക്ലയന്റ് നോ പറഞ്ഞാലും പിറ്റേ ദിവസം നമുക്ക് പോയിട്ട് പുള്ളീനെ ഒരു കോഫിക്ക് വിളിക്കാൻ പറ്റണം. അപ്പൊ ആ റിലേഷൻഷിപ്പ് വേണം. ലൈക്ക് ദേ മൈറ്റ് നോട്ട് ഹാവ് ലൈക്ക് ദർ പ്രോഡക്റ്റ്, അത് വിളിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ഇപ്പൊ നമ്മളിപ്പോ ഓഫർ ലെറ്റർ കൊടുത്ത് റിജക്ട് ചെയ്ത ആൾക്കാരാണെങ്കിലും നമ്മൾ വിളിച്ചു ചോദിക്കാൻ എന്താ റിജക്ട് ചെയ്ത്, ഓക്കെ ഇത് 2-3 പോയിന്റ്സ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെടാത്ത. ലൈക്ക് വി ആക്ച്വലി ഡു റിവേഴ്സ് ഇന്റർവ്യൂ വേർ വി ആസ്ക് ഞങ്ങൾ പറഞ്ഞ എന്ത് ചോദ്യമാണ് ഇഷ്ടപ്പെടാത്ത, വാട്ട് മേഡ് യു ഡിസൈഡ് ഇങ്ങനെ. അപ്പൊ അങ്ങനെയും ചോദിക്കും. ലൈക്ക് ഇപ്പോൾ ലൈക്ക് അതുണ്ട്. അപ്പൊ ക്ലയൻസ് ആയാലും ഇപ്പോൾ ഇന്റർവ്യൂസ് ആയാലും അപ്പോൾ അങ്ങനെയുള്ളതിൽ വി കീപ് ലേണിംഗ്. അപ്പൊ ഫീഡ്ബാക്കിനുള്ള സമയം ഉണ്ടാവില്ല വെൻ യു ആർ റഷിംഗ്. ഒന്ന് ഫീഡ്ബാക്ക്, ഒന്ന് ഞാൻ പറഞ്ഞ സർവീസിനുള്ള. പിന്നെ ലൈക്ക് വേർ യു വോണ്ട് ടു ബി കുറച്ച് സമയം കഴിഞ്ഞ് ലൈക്ക് ഉള്ളതൊരു question is something we have been asking ourselves. So when we started, we wanted to do like, we were all like, okay, 1 million downloads വേണം, ഇത്ര active users വേണം, അത് വേണം, ഇത് വേണം. And then the startup ecosystem bubble itself burst. So right before that, we have pivoted our thought into, okay, we need a sustainable business with revenue, because we saw a lot of people who have raised started to struggle to like valuation keep up ചെയ്യാനും next round raise ചെയ്യാനും. So we are like, okay, നമുക്ക് മെല്ലെ പോവാം, ബട്ട് പ്രോബ്ലി സസ്റ്റൈനബിൾ ആയിട്ട് പോവാം, വേർ വിൽ കീപ് അവർ ഫ്രീഡം ഇൻടാക്ട്. അപ്പോൾ അതൊരു വലിയ വാല്യൂ ആയിരുന്നു. അപ്പോൾ അതിന് വി വാണ്ടഡ് ടു ഡു ലൈക്ക്, ഓക്കെ ലെറ്റ് സെറ്റ് ദ പേസ് സ്ലോ ബട്ട് സ്റ്റഡി. അപ്പോൾ ആ ഒരു കോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് മീൻസ് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് സം സ്പേസ് വേർ നമ്പേഴ്സ് ഈസ് ദ ഗെയിം, അപ്പോൾ യു ഹാവ് ടു റൺ ഫോർ യുവർ ലൈഫ്. ആൻഡ് ഐ ബിലീവ് വി ആർ എ ടീം. ലൈക്ക് ആസ് ഇൻ കഥ വി ബിലീവ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അത് ഇപ്പോൾ എനിക്ക് വാലിഡ് ആണെന്ന് അറിയില്ല ഫോർ അസ്, നമ്മൾ കൊണ്ട് പറയാറുണ്ട്, ഇഫ് യു ആർ ഔട്ട് ഫോർ റണ്ണിങ് either you will stop or we will die. There is no us stopping. അപ്പോൾ അത് നമ്പേഴ്സ് ഗെയിം ആയിരുന്നു. when it was a B2C app downloads, അത് മെട്രിക് ഫൈൻ ട്യൂൺ ചെയ്യുക, എവറി ഡേ ഗ്രൈൻഡിങ് ഓൺ ദ ഡേറ്റ, ഏത് 1% improvement, there you are like, you are continuously running until like you die or like you go off like to the moon. അപ്പോൾ അത് ഇതാണ്. Now we are currently in a very different setting, like by demand of business and our own choices. അപ്പോൾ അതുകൊണ്ട് we are here. So yeah, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആസ് എ മാർക്കറ്റിംഗ് ഏജൻസി നമ്മളാണെങ്കിലും ഓരോ മന്തിലും ഇത്ര ക്ലയന്റ് ഇൻടേക്സ് ഒരു നമ്പർ വെച്ചിട്ടുണ്ട്. സോ അത് യൂഷ്വലി ഒരു 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ നമ്മൾ ഒരു മന്ത് എടുക്കത്തില്ല. എന്നിട്ട് എടുത്തവരെ നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ നോക്കും. സോ ഇതാണ് ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഏറ്റവും കുറവ് ക്ലയൻസിനെ എടുക്കുക, അവർക്ക് മാക്സിമം വാല്യൂ ഡെലിവർ ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സ് അലൊക്കേഷൻ, നമ്മളിവിടെ ഒരു ടീം സ്ട്രക്ചർ ഉണ്ട് ഒരു ക്ലയന്റിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിവിടെ ആണെങ്കിലും ഒരു ക്ലയന്റിന് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ട് മാനേജർ നമുക്ക് ഇവിടെ ഉണ്ട്. സോ അക്കൗണ്ട് മാനേജറിന് ഒരു ഇത്ര ക്ലയൻസിന് കൂടുതൽ നമ്മൾ കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോ വി ആർ നോട്ട് ഫോക്കസിംഗ് ഓൺ ദ നമ്പേഴ്സ്, വി ആർ ഫോക്കസിംഗ് ഓൺ ദ ക്വാളിറ്റി. അപ്പം ക്ലയന്റ് ഇൻടേക്കും ലിമിറ്റഡ് ആണ്, ആ ഒരു രീതിയിലാണ്. സോ ഐ ക്യാൻ ടോട്ടലി റിലേറ്റ് ടു ദാറ്റ്. സോ നമ്മളപ്പം കൂടുതൽ ഇപ്പം വാട്സ്ആപ്പ് ലൈക്ക് കസ്റ്റമർ അല്ലെങ്കിൽ യൂസർ ലെഡ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും UGC കോണ്ടന്റ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്, അതോ ബ്രാൻഡഡ് കോണ്ടന്റ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്? ബട്ട് വി ആർ ലൈക്ക് സ്റ്റാർട്ടിംഗ് ഔട്ട് വിത്ത് UGC സജഷൻസ്. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ ഡേയ്സ് ചെയ്യുന്നുണ്ടല്ലോ. അതെ, സ്പെഷ്യൽ ഡേയ്സിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു റീസെന്റ് ചെയ്ത എന്തെങ്കിലും സ്പെഷ്യൽ ഡേയുടെ ഓക്കെ, ദാറ്റ്സ് അഗൈൻ ലൈക്ക് നമ്മൾ പേഴ്സണലി ഈ ടീമിൻ്റെയും എക്സ്റ്റെൻഡഡ് ആയിട്ടും ഞാൻ എൻവയോൺമെന്റ് ഡേ നമ്മൾ ഒരു
ലൈഫ് അറ്റ് കഥ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുക. അതിൽ 5 പോയിന്റേഴ്സ് ഉണ്ട്, ജനറൽ സജഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലുള്ള ചിരിക്കുക, വെള്ളം കുടിക്കുക, എനിക്കൊന്ന് സ്പെൻഡ് ചെയ്യുക, ടൈം വാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ജനറൽ സജഷൻ അത് കുറെ ഉണ്ട്. അങ്ങനെയുള്ള 5 അതിൽ ഒരെണ്ണമാണ് പ്ലാസ്റ്റിക് യൂസേജ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ നമ്മള് കോർ 5 ബിലീഫ്സിൽ ഒരെണ്ണമാണ് ഫോളോ ചെയ്യുന്ന like it's a document which goes out as a welcome. നിങ്ങൾ ഓഫർ ലെറ്ററിന് ഒന്നിച്ച് പോകുന്നതാണ്. അതെ, അപ്പൊ അത് ഒരു ഡോക്യുമെന്റ് വി ഓൺലി ഫിഗർഡ്. അതിൽ ഓരോന്നില് സബ് പോയിന്റ്സ് ഉണ്ട്. അപ്പോ അതില് ഒരു സാധനമാണ്. അപ്പൊ ഫസ്റ്റ് 5 കേർണൽ പോയിന്റ്സിൽ ഒരെണ്ണമാണ് പ്ലാസ്റ്റിക് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോ that has been something which I've been like following കുറെ കോളേജ് തൊട്ട്. അപ്പോ അത് that's something I wanted to be there wherever I go. അപ്പൊ അത് ഒരു പോയിന്റർ വെച്ചിട്ട് നമ്മളിപ്പോ ഈ വർഷത്തെ വേൾഡ് എൻവയോൺമെന്റ് ഡേ തീമായിരുന്നു യുഎന്റെ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. സോ വി ഡിഡ് എ ക്യാമ്പയിൻ ഫോർ UGC വെച്ചിട്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ആൾക്കാരോട് വി ആസ്ക് ദം ടു പോസ്റ്റ് them with something green around their house. So ആൾക്കാർ and themselves also like holding a small plant or standing by a tree, hugging a tree. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം with a photo and share it on their own status. And like other campaigns, this was Katha's own campaign. We still they could still monetize it അത് മറ്റുള്ള ക്യാമ്പയിൻ പോലെ. അപ്പോൾ അത് നമ്മൾ ചെയ്തു. And I think like ഒരു 3,000 to 4,000 people shared their status and we were able to reach 6 ലക്ഷത്തിൽ പരം ആൾക്കാരെ ത്രൂ ലൈക്ക് അവരുടെ സ്റ്റേറ്റസിലൂടെ. ആൻഡ് ക്രിയേറ്റ് ലൈക്ക് ആ ഒരു ടാഗ് ലൈൻ ഒക്കെ ഇന്ന് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്, കുറെ പേര് അല്ലെങ്കിലും ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ വിത്ത് ദെയർ ഓൺ പ്ലഡ്ജ് പോലെ ഐ വിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളത് പോലെ ഒരു അവര് അവയർനെസ് അവരെ എല്ലാവരും റിമൈൻഡ് ചെയ്യുന്നു. ആൻഡ് സ്മോൾ തിങ് ലൈക്ക് ഓഫ് ഒരു ടോക്കൺ പോലെ. യാ, സോ ദാറ്റ് വാസ് സംതിങ് വെരി നോട്ട് ലൈക്ക് അത് സ്കെയിൽ കമ്പയർ ചെയ്യുമ്പോൾ വി ഹവ് ഡൺ 10x in the campaign. Okay, like 50 lakh plus ആൾക്കാർ റീച്ച് ചെയ്യുന്ന ക്യാമ്പയിനും ചെയ്തിട്ടുണ്ട് ഫോർ ക്ലയൻസ്. സോ ഇത് സംതിങ് പേഴ്സണൽ, സംതിങ് വിച്ച് ഹാസ് ബീൻ ലൈക്ക് വെരി ക്ലോസ് ടു അവർ ഹാർട്ട്സ്. അപ്പോൾ അത് അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പയിൻസ് ഡ്രൈവ് ചെയ്യാൻ UGC ലോഞ്ചും ചെയ്തു. പിന്നെ അത് അത്രയും പേര് റീച്ച് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ദാറ്റ്സ് സംതിങ് ഐ എം വെരി ലൈക്ക് proud and happy about. ഞാൻ അതിന്റെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇമേജസ് എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കൊളാജ് ഉണ്ടാക്കി. അത് നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കാം. എന്നും സ്റ്റെപ്സ് ഒക്കെ കൗണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഐ ഡോണ്ട്. സോ ഞാനും എന്റെ ലൈക് നാളെ സ്ട്രാറ്റജി ഹെഡ് ചെയ്യുന്ന പുള്ളിക്കാരനും ഞങ്ങൾ സ്കൂൾ ഫ്രണ്ട്സ്. വി ഹാവ് ബീൻ റണ്ണിങ് ലൈക് ഐ ഹാവ് ബീൻ റണ്ണിങ് കുറെ ഇതായിട്ട്. ഐ ഹാവ് ഹാഡ് ഫേസസ് ഓഫ് റണ്ണിങ്. We started out with running കുറച്ച് കാലമായിട്ട് ജനുവരി തൊട്ട് we started with 3-5. Now he runs 10 km every day. Yeah, so വിഷ്ണു അല്ല ശരത് എന്ന് പറഞ്ഞു. വിഷ്ണു ഹെഡ്സ് ഓപ്പറേഷൻ, ശരത് ഹെഡ്സ് സ്ട്രാറ്റജി. അപ്പോ പുള്ളി 10 ചെയ്യാൻ തുടങ്ങി. ഐ എം സ്റ്റിൽ അറ്റ് 5 like or if I walk I do 10 daily. So I do 5 km or 10 km walk. പുള്ളി പക്ഷെ 10 ഓടുക തന്നെ ചെയ്യും. So that's something we have like do. And like we have recently moved to Kochi like 6-7 months ago. And we love seafood. So ഇപ്പോൾ ഓടുന്നതിന്റെ motive is to eat more. To keep up the same body structure and to be able to eat a lot of food. കാരണം Kochi has really nice food because I spent my last 10 years before this in Pilani, Delhi and Bangalore. And compared to Kochi, I'm sold. So that's the motive to keep running. Like അപ്പോൾ അത് like also stress buster. അല്ലെങ്കിൽ കുറേ തോട്ട് ക്ലീൻ ആയി വരും. ഓടി വരുമ്പോൾ കുറേ എനർജി വേണ്ടാത്ത ഒഴിവാകും, ബാക്കിയുള്ള തോട്ട്സ് ക്ലീൻ ആയി വരും. സോ ദാറ്റ്സ് സംതിങ് we do. ഒരു like it's one of the 5 points like running or walking, but I am not sure എല്ലാരും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. But that's something there. അപ്പോൾ അത് ഉണ്ട്. At least to do 10,000 steps വെച്ച് നടന്നാൽ തന്നെ അത്യാവശ്യം ഒരു വർക്ക്ഔട്ടിന് ഈക്വലന്റ് ആകും. ശരിക്കും പറഞ്ഞാൽ കാർഡിയോ ഇറ്റ്സ് ഗുഡ് ഫോർ കാർഡിയോ. ആൻഡ് ഫുഡ് ചെയ്യാണല്ലേ. എനിക്ക് സീ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. I don't call like I like trying things new dishes repeatedly. That's something strange. I get fit to some ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഐറ്റം ഇഷ്ടമായി കഴിഞ്ഞാൽ I keep going back there for the same item and I would probably not try. I have an inhibition against trying new things in the menu. പക്ഷെ അത്
കുറെ കഴിയുമ്പോൾ അവർ കടക്കാരായിട്ട് കുറെ ബന്ധമാവും. അവർ പറയും ഇതൊരു സാധനമുണ്ട്, ഇതും കൊടുത്തു. അപ്പോൾ ഇഫ് ഐ ലൈക്ക് ഐ സ്വിച്ച്, പിന്നെ അത് തന്നെ. സോ ഐ ഹാവ് ദാറ്റ് സേഫ് സ്പേസ് ഇൻ ഫുഡ് വേർ ഐ കീപ്. അപ്പോൾ കുറെ കടകളുണ്ട്, ഓരോ കടയിലും ഓരോ ഐറ്റം ഉണ്ട്. അപ്പോൾ സോ വി കീപ് ഡൂയിങ് റൗണ്ട്സ്. പിന്നെ ഒരു നേരം നമ്മൾ തന്നെ കുക്ക് ചെയ്യും, ഒരു നേരം വീഗോ ഉണ്ട്. അപ്പോൾ അങ്ങനെ സോ നമുക്ക് ഈ ക്യാമ്പയിന്റെ ഡാഷ്ബോർഡ് ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. സോ അതാകുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ ലോഗിൻ ചെയ്ത് നമുക്ക് വീഡിയോയിൽ പ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു ഡാഷ്ബോർഡ്. ഇപ്പോൾ റീസെൻ്റ്ലി ഷെയർ ചെയ്ത സോണറിൻ്റെ അവർ എത്ര ഇംപ്രഷൻ കംപ്ലീറ്റ് ആയി, ഈ ഒരു ബേസിക് ഡേറ്റ ആയിരുന്നു. ഇത് റണ്ണിങ് ഫീഡാണ്. ലൈക്ക് ഇത് ക്ലയൻറ്റിന് ഡൗൺലോഡബിൾ അല്ല, പക്ഷെ ദിൽ നോ ദാറ്റ് ക്യാമ്പയിൻ ഈസ് ലൈഫ്. ഇങ്ങനെ ഒരാൾ ഒരു പേഴ്സണൽ കണക്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്ന ഒരാൾ, ഈ ഷാനി വി എസ് എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ആയിട്ടുള്ള ആൾ ഇത്ര ഇംപ്രഷൻ കൊണ്ടുവന്നു. സോ പണ്ട് ഫേസ്ബുക്കിൽ ഒരു സൈഡിൽ ലൈഫ് ഇടുന്നത് ലൈക്ക് വന്നു, അപ്പൊ അതിന്റെ ഇൻസ്പയർഡ് സാധനമാണ് ഇവർ. സോ എവറി ആക്ടിവിറ്റി ദാറ്റ് യു ഹാവ് അത് ഇങ്ങനെ വരും. സോ ലൈക്ക് ഇപ്പൊ ഇതൊരു നമ്മള് ക്ലയൻസിന്റെ ഏകദേശം ഏതാണ് അവരെ ജെൻഡർ അവർ മാർക്ക് ചെയ്തിട്ടുള്ള, അവര് ലാംഗ്വേജ്, ടോപ്പ് ലാംഗ്വേജസ് ദാറ്റ് ദേ സ്പീക്ക്, അത് തൊട്ട് ഈ എവിടെയൊക്കെയാണ് നമ്മളെ ആഡ്സ് ലൈവായിട്ടുള്ളത് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻ. യു ഈവൻ ഗെറ്റ് ഈ സോണേഴ്സ് ഓരോ ആഡിനും ഫീഡ്ബാക്കും തരുന്നുണ്ട്. അപ്പോൾ ദേ ക്യാൻ സെലക്ട്. അപ്പോൾ ക്ലയൻസിന് ഗെറ്റ് ഫീഡ്ബാക്ക്, അവർ ഷെയർ ചെയ്യുന്ന കോണ്ടന്റിന് ഇതെങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതും കിട്ടും. ദിസ് ഇസ് ഓൺ വൺ സൈഡ്. യു ക്യാൻ ഓൾസോ ക്രിയേറ്റ് ക്യാമ്പയിൻസ് യുവർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ക്യാമ്പയിനും അവെയർനെസ് ആണോ, കൺസിഡറേഷൻ ആണോ, എന്താണ് നിങ്ങൾക്ക് ഇവൻച്വൽ ഡ്രൈവ് ചെയ്യുന്നത്, നിങ്ങളെ ഇവൻച്വൽ ഗോൾ എന്താണെന്ന് വെച്ചിട്ട് അത് ചെയ്യാം. ലൈക്ക് ദിസ് ഡസൻറ്റ് മീൻ വി സെൽ ഡ്രൈവ് ഇത്, പക്ഷെ അതിനുവേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ലാസ്റ്റ് ഫണലിൽ ഇത് വെച്ചിട്ട് അങ്ങനെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് വി ജനറലി സേ ട്രാഫിക്കും അവെയർനെസ് ആൻഡ് റീച്ചും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, I'll also take you through like ഒരു campaign creation. അപ്പോൾ ഇതാണ് ഒരു ക്യാമ്പയിൻ ക്രിയേഷൻ പേജ്. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ദിസ് ഇസ് 1.5 crore ആൾക്കാർ ഇപ്പോൾ അവൈലബിൾ ആണ് ടു റീച്ച്. ബാക്കി ലൈക്ക് 1.8 crore ബാക്കിയുള്ളവർ ആഡ് പ്ലേസ് ചെയ്ത് ഒരു പ്രാവശ്യം ആഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ like next 24 hours we don't give them any ads, so that like എല്ലാ adsum equally spaced ആണെന്ന് വെച്ചിട്ട് you can select them based on the age group, gender അല്ലെങ്കിൽ location. And then you also have a like any next part of it is like you can see the ad coming up here as you type. like ipo ഞാൻ പറയുന്നു Fabins idea day. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദെൻ യു ക്യാൻ സേ സബ്സ്ക്രൈബ് ടു മൈ ഐഡിയാസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലിങ്ക് യു ക്യാൻ ഗെറ്റ് fabin.ideas എന്ന് പറഞ്ഞൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. അങ്ങനെ അപ്പോൾ ദാറ്റ് വിൽ ബി ദ ലിങ്ക് വിൽ കം ഹിയർ ആൻഡ് യു ക്യാൻ സേ എത്ര പേര് ഇപ്പോൾ യോണസ് ലൈക്ക് ഇതുപോലുള്ള 5 ലക്ഷം ആൾക്കാരിലേക്കാണ് ഞാൻ റീച്ച് ചെയ്യേണ്ടത്. സേ ലൈക്ക് ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം, എറണാകുളമുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് ഞാൻ റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഓൾ എനി ജെൻഡർ ലൈക്ക് ആൻഡ് ദെൻ യു ക്യാൻ ചൂസ് യുവർ ലൈക്ക് വീഡിയോ. എന്ത് ഫയൽ ഇമേജ് ആണെങ്കിൽ ഇത് ഇമേജ് വരും. വീഡിയോ ആണെങ്കിൽ യു ഗെറ്റ് എ വീഡിയോ വിച്ച് ഇസ് റണ്ണിങ് ഹിയർ, സോ ദാറ്റ് യു വിൽ സീ ഹൗ ദിസ് ഇസ് ഗോയിങ് ടു ബി ഫൈനലി പ്ലേസ്ഡ്. ഇതുപോലെ ആയിരിക്കും നിങ്ങളെ യൂസർ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു റിയൽ ഇത് വരും. സോ എന്നിട്ട് ഇത് ലൈക്ക് and then once it's created you can choose a file if you don't mind. അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഇതായാലും അതൊരു ബ്രാൻഡ്. ഓക്കെ, maybe this one. yeah I will let it be about the yeah അപ്പോൾ ഇതാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാണാൻ പോകുന്നത്. ലൈക്ക് you can choose size. a full page വേണമെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുള്ള ഇമേജ് സെലക്ട് ചെയ്യാം. once this is done and title added. This is for you to realize my idea day. Okay, yeah, so create okay, there's no അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് പറയും.
അത് HTTPS ചെക്ക് ചെയ്യാൻ തോന്നുന്നു, എനിക്കറിയില്ല. ഐ ഹോപ്പ്. സോ ഇറ്റ്സ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇത് അണ്ടർ റിവ്യൂ ആയിട്ട് വന്നു ഇവിടെ. ഓക്കെ. സോ ദിസ് ഇസ് ദി ആഡ് ദാറ്റ് യു വർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ സോ ദീസ് ആർ സം ഓഫ് ദി ആഡ്സ് ദാറ്റ് വി ഹാവ് റൺ. Now it goes to back end for content review. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടന്റ് ആള് അപ്രൂവ് ചെയ്യും ബാക്കിൽ. And then like if it's a client we also ഇപ്പോൾ ഇവിടെ ഒരു ആവറേജ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. if you are our client, I'd have talked to you and you would understand എങ്ങനെയാണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ്. So if you had selected 18 to 22 but you had talked to me when you told me 30 ആണെങ്കിൽ I would come back to you and ask ഇതിലെന്താ മിസ്മാച്ച് ഉണ്ടല്ലോ, ഇതെങ്ങനെയാണോ or is there something that you want, and like ആ റിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ we'll let you know ഈ സമയത്ത് ലൈവ് പോവോ, it will be live for like എത്ര you can choose also. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ഇതുവരെ ഉണ്ടായിരിക്കണം എന്നുള്ളത് you can split over time. അപ്പോൾ നമ്മൾ സോണേഴ്സിന് ചോദിക്കുമോ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇത് താല്പര്യം? സോ ബേസ്ഡ് ഓൺ യുവർ റിക്വയർമെന്റ് ആൻഡ് ലൈക്ക് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്. സോ അത് നമ്മൾ ആ ഇൻപുട്ട് കൊടുത്തിട്ട് വി ദെൻ സെലക്ട് ഏതൊക്കെ സോണേഴ്സ് ആണ് ഷെയർ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത്. അതെ. അപ്പൊ അവരോട് അങ്ങനെ ചോദിച്ച് ലൈക്ക് താല്പര്യമുള്ള അല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് വി നോട്ടിഫൈ എന്താണ് ഒരു ഗ്രൂപ്പ് അതിന്റെ എലിജിബിലിറ്റി വെച്ചിട്ട് ലൈക്ക് വി നോട്ടിഫൈ ഇതർ ഓൺ വാട്സ്ആപ്പ്. സം ഓഫ് ദം ലൈക്ക് നമ്മൾ കുറച്ച് പേര് ഇപ്പോൾ അത് അർജൻസി പോലെ ക്ലയന്റിന്റെ അർജൻസി വി വോണ്ട് ടു റഷ് എവറി വൺ ടു ഇറ്റ്. അത് ഇല്ലെങ്കിൽ വി ഹാവ് എ വെരി ഹൈ ആക്റ്റീവ് ഡെയിലി വിസിറ്റ്. ഇത് അപ്പോൾ ആൾക്കാർ ചെയ്തില്ലെങ്കിലും 70% ഓഫ് ദ പീപ്പിൾ ഡു ഇറ്റ് ഓർഗാനിക്കലി. അപ്പോൾ അത് ആൾക്കാർ കണ്ട് പിന്നെ അവർ കണ്ട് വേറെ അങ്ങനെ ഇടും. നോട്ട്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാറ് ലൈക്ക് മൾട്ടിപ്പിൾ ആൾക്കാർ കണക്റ്റഡ് ആയിട്ടുള്ള നോഡ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഞാനാണ് 10 പേര് റെഫർ ചെയ്യും, ഇവരെല്ലാവർക്കും ആഡ് ഇടണമെങ്കിൽ എന്നെ പിങ് ചെയ്യും. അപ്പം ഞാൻ ആഡ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റേറ്റസിൽ ഇവർ കാണും. കാരണം ഐ ബോട്ട് ദം ടു കഥ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. സോ ആ നോട്ട്സ് ഐഡന്റിഫൈഡ് ആണ് നമ്മൾ. അപ്പോൾ ലൈക്ക് ദാറ്റ് ഹെൽപ്സ് എസ് കോസ്റ്റ്. നമ്മൾ കാരണം എല്ലാ നോട്ടിഫിക്കേഷനും ത്രൂ വാട്സാപ്പ് തന്നെയാണ് ആൻഡ് ദാറ്റ് ഈസ് കോസ്റ്റ്ലി. ലൈക്ക് 72 പൈസയാണ് ഒരു നോട്ടിഫിക്കേഷൻ തന്നെ. അപ്പോൾ അത് വി ട്രൈ ടു ഒപ്റ്റിമൈസ് അവിടെ. So then they can place the ads. നമ്മുടെ ടൂൾ ഫെമിലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ഓഡിയൻസിനും ഐ തിങ്ക് ലൈക്ക് ദേ ഗോട്ട് എ ഗുഡ് ഐഡിയ അബൌട്ട് വാട്ട് ദ പ്ലാറ്റ്ഫോം ഈസ്. ആൻഡ് കുറെ പേർക്ക് ലൈക്ക് യൂസ്ഫുൾ ആകും ഇത്. ലൈക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ലൈക്ക് അവർക്ക് കുറെ ബെനിഫിഷ്യൽ ആണ് ഫോർ ബ്രാൻഡ്സ്. സോ ഐ തിങ്ക് നമ്മളൊരു I think more than an hour നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. So I think we can wind up the session. And thank you so much sharing all the insights and why less is good. ആ ഒരു കാര്യം that was totally relatable. And thank you so much. Thank you for hosting me. It's been a pleasure. Thank you.